നമ്മളെ ഞാൻ ഇന്ന് പറയാൻ കാരണം കുറച്ച് ഞാൻ ആദ്യം ജസ്റ്റ് നമ്മളെ പ്രസന്റേഷനിലേക്ക് പോവാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ വെച്ചിട്ടുള്ളത് പ്ലാനിങ് എഞ്ചിനീയർ കരിയറിനെ കുറിച്ചാണ്. ഇതിൽ ഓൾറെഡി കുറച്ച് ആൾക്കാർ പ്ലാനിങ്ങിൽ സൈറ്റിൽ കുറച്ച് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ പ്ലാനിങ് തന്നെ പല ലെവലുണ്ട്. ഷെഡ്യൂളർ, ഏരിയ പ്ലാനർ, പ്ലാനിങ് എഞ്ചിനീയർ, സീനിയർ പ്ലാനർ, ലീഡ് പ്ലാനർ, പ്ലാനിങ് മാനേജർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കാറ്റഗറി ഉണ്ട്. അത് ഓരോ കാറ്റഗറിക്കും ഓരോ സാലറി സ്കെയിലും റെസ്പോൺസിബിലിറ്റീസും കൂടും. അതിനനുസരിച്ച് നമുക്ക് സാലറി സ്കെയിലും കൂടും. സ്റ്റാർട്ടിങ് തന്നെ ഷെഡ്യൂളർ ലെവലിൽ ഒരു 7,000 8,000 സൗദി റിയാൽ അല്ലെങ്കിൽ ഒമാനി റിയാൽ പറയുമ്പോൾ ഒരു 600 ഒമാനി റിയാലൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമ്മൾ ഓരോ സീനിയോറിറ്റി അനുസരിച്ചിട്ട് ഓരോ റോളിനനുസരിച്ചിട്ട് നമുക്ക് പാക്കേജ് കൂടും. അപ്പോൾ പ്ലാനിങ്ങിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു പോകാൻ പറ്റും. ഈ കരിയറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. ഓൾറെഡി പ്ലാനിങ്ങിൽ എല്ലാവർക്ക് സംബന്ധിച്ചിടത്തോളം. പിന്നെ മറ്റ് പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട് സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് കുറച്ച് ആൾക്കാർ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് നെക്സ്റ്റ് ലെവൽ എന്ന് പറയാനുള്ളത് പ്രൊജക്ട് എഞ്ചിനീയർ മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടോ വെച്ചാൽ പ്രൊജക്ട് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ ഇപ്പോഴും കാണാൻ അവർ പഠിച്ചിട്ടില്ല. പ്രൊജക്ട് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിൽ കാണണമെന്നുണ്ടെങ്കിൽ പ്ലാനിങ്ങും കാര്യങ്ങളും മസ്റ്റായിട്ട് സ്കില്ല് ഉണ്ടായിരിക്കണം. ഒരു പ്രൊജക്റ്റിന്റെ ഷെഡ്യൂൾ നോക്കാനും ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും കോസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനും റിസോഴ്സ് റിപ്പോർട്ട് നോക്കാനും കാര്യങ്ങളില്ല. സ്കില്ലില്ലാതെ ഒരിക്കലും ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ലെവലിൽ നിന്ന് പ്രൊജക്ട് മാനേജർ ആവാൻ കഴിയില്ല. സൈറ്റ് എഞ്ചിനീയറോ MEP എഞ്ചിനീയറോ ക്വാണ്ടിറ്റി സർവേയറോ ആയി നിൽക്കുന്നവർ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അവിടുന്ന് അവർക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. കാരണം ഇത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രൊജക്ട് മാനേജ്മെന്റ് സ്കില്ല് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ ലെവലിൽ പോവുകയാണെങ്കിലും ടോപ്പ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് പ്രൊജക്ട് മാനേജ്മെന്റ് സ്കില്ല്. പിന്നെ ERP സോഫ്റ്റ്വെയർ SAPയിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. SAP എന്ന് പറയുന്നത് ജസ്റ്റ് നല്ല സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഷെഡ്യൂളിങ്ങിന് ഇപ്പോഴും കൺസ്ട്രക്ഷൻ ഫേമിൽ കാര്യങ്ങളൊക്കെ പ്രൈമവേര അല്ലെങ്കിൽ MS പ്രോജക്റ്റ് പോലെയല്ലാണ്. എക്സിക്യൂഷൻ ഷെഡ്യൂൾ ട്രാക്കിങ്ങിനും മോണിറ്ററിങ്ങിനും എല്ലാ കമ്പനീസിലും ഖത്തർ ഗ്യാസ് ആവട്ടെ, സൗദി അറാംകോ ആവട്ടെ, അഡ്നോക്ക് ആവട്ടെ, ഏത് കമ്പനിയാണെങ്കിലും അവരൊക്കെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയൊക്കെ SAP ഉണ്ടെങ്കിൽ പോലും ഷെഡ്യൂളിങ്ങിനും പ്രൈമവേര MS പ്രോജക്റ്റ് ആണ്. അവർ അധികവും പ്രൈമവേരയാണ് പ്ലാനിങ് പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്നത്. പ്ലാനിങ് പ്രൊസീജിയർ എന്നൊരു ഡോക്യുമെന്റ് ഉണ്ട് ക്ലയന്റിന്റെ അടുത്ത്. അവരാണ് ഈ പ്ലാനിങ് പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂളിങ് ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഡോക്യുമെന്റ് ഞാൻ പറ്റുമെങ്കിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം നമ്മളെ വെബിനാറിലൊക്കെ. അപ്പോൾ അതും ഒരു സ്കില്ലായിട്ട് നമ്മൾ എടുക്കണം. SAP എന്ന് പറയുന്നത് അറിയാം, നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ കോഡിന് ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ SAPയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് റോളിലാണോ ആ റോളിലുള്ള ഒരാൾക്ക് ഒരു ആക്സസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ട്രാൻസാക്ഷൻ കോഡ് മാത്രമാണ് നമുക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ആ ജോലി തന്നെയായിരിക്കും നമ്മൾ അധികവും ചെയ്യുക. അതുകൊണ്ട് SAP നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്നിക്കൽ മൊഡ്യൂൾസും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ആക്ച്വലി SAPനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ മറ്റ് സ്കില്ലുകൾ ഉണ്ടെങ്കിൽ കമ്പനിയിൽ SAP ഉള്ളതാണെങ്കിൽ SAP ഒരു ERP സോഫ്റ്റ്വെയർ മാത്രമാണ്. അതായത് ഇപ്പം പല ടൈപ്പ് ERP സോഫ്റ്റ്വെയർ ഉണ്ട്. അതുപോലെ SAP ERP സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ കോഡ്സ് ഐഡിയ ഉണ്ട് ഇൻ്റർവ്യൂവിൽ പറയാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്പനി ആക്സസ് കോഡും ട്രാൻസാക്ഷൻ കോഡും തരും. ജസ്റ്റ് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അത് ഓപ്പൺ ചെയ്ത് ഇപ്പോൾ വർക്ക് കോഡ് ക്രിയേറ്റ് ചെയ്യാനോ നോട്ടിഫിക്കേഷൻ നോക്കാനോ ഒക്കെ ആയിരിക്കും. അത്ര ആക്സസ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് അതൊരു സീനല്ല SAP എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് SAP പഠിക്കണമെന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. SAP പഠിക്കേണ്ട ആവശ്യമില്ല. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ SAP കൺസൾട്ടൻ്റ് ആയിട്ടോ ടെക്നിക്കൽ മൊഡ്യൂളായിട്ടോ ഒക്കെ പോവുകയാണെങ്കിൽ മാത്രം അങ്ങനെ പഠിച്ചാൽ മതി. അത് കാരണം വലിയൊരു സിലബസിൽ വലിയൊരു കാര്യമാണ് SAP എന്ന് പറഞ്ഞത്. അത്ര ഡെപ്തിൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ SAPയിൽ വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അറിയുണ്ടാവും ഞാൻ പറഞ്ഞ കാര്യം. അവർ ലിമിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ മാത്രമേ അവർക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. അത് മാത്രമേ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. വിഷ്ണുവിന് ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ റോള് ഞാൻ സ്ലൈഡ് കാണിച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? എൻ്റെ സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം ജസ്റ്റ് വിട്ടുപോയതാണ് തുടക്കത്തിൽ. എൻ്റെ പേര് അബ്ദുള്ള ഫജ്രി. ഞാൻ 2011 BTech കഴിഞ്ഞതാണ്. അതിനുശേഷം ഞാൻ സൗദിയിലായിരുന്നു 4 വർഷത്തോളം. സൗദി അറാംകോന്റെ പ്രൊജക്ട്സുകളിൽ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തത് സൈറ്റിൽ മെറ്റീരിയൽ കൺട്രോളർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മെറ്റീരിയൽ കൺട്രോളർ ആയിട്ട്, അതായത് സ്റ്റോർ ഇൻചാർജ് ആയിരുന്നു. എൻ്റെ ഡ്യൂട്ടി മെറ്റീരിയൽ കൺട്രോളിങ് മാത്രമായിരുന്നു. അതിനുശേഷം ഞാൻ QC
ഫീൽഡിലേക്ക്, അപ്പോൾ എനിക്ക് പ്ലാനിങ്ങിനെ കുറിച്ച് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ QC ഫീൽഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് QC കാര്യങ്ങൾ, സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എടുത്തു, കുറേ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. സർട്ടിഫിക്കേഷന് ബഹ്റൈനിലൊക്കെ പോയിട്ട് ഞാൻ അതിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് കാലം QC ആയിട്ട് വർക്ക് ചെയ്തു. QC ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ജോബാണ്. RFQs വർക്ക് ചെയ്ത ആൾക്കാർക്ക് അറിയുണ്ടാവും. കുറച്ച് ഇൻസ്പെക്ഷൻ, RFIസും കാര്യങ്ങളും ക്ലോസ് ചെയ്യുക, ഇൻസ്പെക്ഷൻ ചെയ്യുക, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് അതിലുള്ളത്. പ്രൊജക്ട് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവ് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മാത്രമല്ല അതിൽ നമുക്ക് ചലഞ്ച് കൂടുതലാണ്. നമുക്ക് സർട്ടിഫിക്കേഷൻസ് ഒരുപാട് എടുക്കണം. ഇപ്പോൾ പെയിന്റിങ്ങിന് BGAS എടുക്കണം, വെൽഡിങ്ങിന് CCP എടുക്കണം, അതുപോലെ സിവിൽ QC ആണെങ്കിലും ഒക്കെ എല്ലാത്തിലും നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ഇൻസ്പെക്ടർ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും നമുക്ക് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഈവൻ റിട്ടേൺ എക്സാം പോലും സൗദിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. വെർബൽ എക്സാമും റിട്ടേൺ എക്സാമും സൗദി അറാംകോ അപ്രൂവൽസ്, പിന്നെ നമ്മൾ എടുക്കുന്ന സർട്ടിഫിക്കേഷൻസിന്റെ 3 ഇയർ കൂടുമ്പോൾ റിന്യൂവൽസ്. എല്ലാ സർട്ടിഫിക്കേഷൻസും ലൈഫ് ടൈം അല്ലല്ലോ, അത് നമുക്ക് വർഷം കൂടുമ്പോൾ റിന്യൂ ചെയ്യുമാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ ചലഞ്ചും കാര്യങ്ങളും. പിന്നെ ഒന്നാമത് ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് പെർസ്പെക്റ്റീവിലല്ല ഇതൊന്നും, ഈ റോളുകളൊക്കെ. സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ സൈറ്റ് എഞ്ചിനീയർ ആയിട്ട് തന്നെ നിൽക്കുന്ന പോലെ ഒരു QC ആയിട്ട് നിൽക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ തന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ ഞാൻ പ്ലാനിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയത് ആക്ച്വലി കമ്പനിയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പൊസിഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പ്രൈമവേര മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരു പ്ലാനിങ് എഞ്ചിനീയർ ആകാൻ പറ്റില്ല. എന്തൊക്കെയാണ് പ്ലാനിങ് എഞ്ചിനീയർ ചെയ്യേണ്ടത്, എന്താണ് പ്ലാനിങ് ആക്ടിവിറ്റീസ് എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പലപ്പോഴും ഇവിടുന്ന് പ്രൈമവേര എന്നുള്ള ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി സർവേയിങ്ങിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സ് MEP കോഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പാർട്ട് പ്ലാനിങ് എന്ന് പറഞ്ഞു തരും, അത്രേ ഉണ്ടാവുള്ളൂ ഐഡിയ. പക്ഷെ പ്ലാനിങ് എഞ്ചിനീയർ എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. അതേ കണ്ടീഷൻ ആയിരുന്നു എൻ്റെതും. പിന്നെ ഞാനത് സൈറ്റിൽ അവിടെ നിന്നതിന് ശേഷം ഡിപ്പാർട്ട്മെന്റിലായിട്ട് വർക്ക് ചെയ്തിട്ട് പിന്നെ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ പഠിച്ച് മനസ്സിലാക്കി. അങ്ങനെ ഷട്ട് ഡൗണിലാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഷോർട്ട് ടേം വർക്ക് 3 മന്തിന്റെ വർക്കിൽ തുടങ്ങി, പിന്നെ ലോങ് ടേം വർക്കുകൾ കിട്ടി. അങ്ങനെ ഇപ്പോൾ ഒരു 15 ഇയേഴ്സ് ആയിട്ട് ഇപ്പോൾ ഞാനൊരു സീനിയർ പ്ലാനിങ് എഞ്ചിനീയർ റോളിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കുറെ ഡിഫിക്കൽട്ടി പറയുന്ന കുറെ ആൾക്കാരുണ്ട്, അവരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിൽ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടാണ് നമുക്ക് ഈ എക്സ്പീരിയൻസിന്റെ ഒരു പ്രശ്നം, സർട്ടിഫിക്കേഷൻസിന്റെ പ്രശ്നം, വർക്ക് അറിയാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. പിന്നെ കുറെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ ഇത്രയും ഗ്രോത്ത് ഇല്ലാതെ ചിലപ്പോൾ ഒരേ ഫീൽഡിൽ നിന്ന് കംഫർട്ട് സോണിൽ നിന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ടാകലുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്താണ് നമ്മളെ സ്കില്ലുകൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. ഒന്ന് ഫസ്റ്റ് തിങ് നമ്മൾ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം. വർക്കിനെ കുറിച്ച് അറിവുണ്ടായിരിക്കണം നമുക്ക്. പ്ലാനിങ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ പ്ലാനിങ് സ്കില്ല് കൊണ്ട് നമുക്ക് എങ്ങനെ എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ കരിയറിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. പിന്നെ ഞാൻ വർക്ക് ചെയ്ത് 4 വർഷത്തോളം ബ്രൂണയിലും പിന്നെ ഖത്തർ ഗ്യാസിന്റെ ഒരു വർക്ക് ചെയ്തിരുന്നു. പിന്നെ 6 ഇയേഴ്സോളം ഒമാനിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഓക്കെ, ഇത്രയാണ് എൻ്റെ പ്രൊഫൈൽ. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്പ് പ്രൊജക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ വേൾഡ് വൈഡ്, ഇപ്പോൾ GCCയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ GCCയിൽ മെയിനായിട്ട് ഗ്യാസ് പൈപ്പ് ലൈന്, ടണൽ വർക്ക്. ഞാൻ സ്ക്രീനൊന്ന് വലുതാക്കാം. ഓക്കെ, ഇപ്പം ഗ്യാസ് പൈപ്പ് ലൈൻ വർക്ക് ഉണ്ട്, ടണൽ വർക്ക്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ വർക്കുകൾ, ഇൻഫ്രാസ്ട്രക്ചർ അതായത് ബിൽഡിങ്ങിന്റെ വർക്കുകൾ, റോഡിന്റെ വർക്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്റ്റുകൾ. അപ്പൊ ഇത്രയും വർക്കുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ GCCയിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത്തരം വർക്കുകളൊക്കെ നടക്കുന്നതിന് പിന്നിൽ 4 പ്രധാനപ്പെട്ട സൈക്കിളാണ് ഉള്ളത്. ഇനീഷ്യേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, ക്ലോസിങ്. അതായത് ഒരു എക്സിക്യൂഷന്റെ മുന്നേ തന്നെ പ്ലാനിങ്ങും ഇനീഷ്യേഷൻ ഫേസ് ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ടെൻഡറിങ്ങും കോൺട്രാക്ടിങ്ങും വർക്ക് അവാർഡും പ്ലാനിങ് പിന്നെ പ്ലാനിങ്ങിന്റെ ഗോള്, ഡിഫൈനിങ് സ്കോപ്പ്, ഷെഡ്യൂൾ ക്രിയേഷന്, റിസോഴ്സ്, മെറ്റീരിയൽ പ്ലാനിങ് എല്ലാം നടക്കുന്നത് അവിടെയാണ്. എക്സിക്യൂഷൻ ഫേസിൽ അതിന്റെ എക്സിക്യൂഷൻ ആണ് നടക്കുന്നത്. അവിടെ ആക്ച്വൽ വർക്കാണ് ക്യാരി ചെയ്യുന്നത്. അവിടെ നമ്മൾ മോണിറ്ററിംഗ് ആണ് ചെയ്യുന്നത് പ്ലാനിങ്. പിന്നെ ക്ലോസിംഗ് ആകുമ്പോൾ കംപ്ലീറ്റ് പ്രൊജക്ടിന്റെ ഹാൻഡ് ഓവർ സംബന്ധമായിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും, ഒരു ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യുക, അതിന്റെ ക്ലോസ് ഔട്ട് റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന ഫേസ് ആണ്. അങ്ങനെ 4 ഫേസ് ഈ പറഞ്ഞ എല്ലാ ടൈപ്പ് പ്രൊജക്റ്റിലും ഉണ്ടാവും. എസ്പെഷ്യലി GCCയിൽ, ഓയിൽ ആൻഡ് ഗ്യാസിലാണെങ്കിലൊക്കെ ഈ ഒരു 4 ഫേസ് ഡിഫൈൻഡ് ആയിട്ടുള്ള 4 ഫേസ് ഉണ്ടാവും. 4 ഫേസ് ഡിഫൈൻഡ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അതിൽ ഓരോ ഫേസിലും ഓരോ ആക്ടിവിറ്റീസ് ആയിരിക്കും.
എക്സിക്യൂഷന് മുമ്പേ ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പാക്കേജും കാര്യങ്ങളും എല്ലാം പ്രിപ്പയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ 4 ഫേസിലും പ്ലാനിങ് എഞ്ചിനീയർക്ക് പ്ലാനിങ്ങിൻ്റെതായ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ നമ്മൾ ഒരു പ്ലാനിങ് എഞ്ചിനീയർ നോക്കുമ്പോൾ പ്ലാനിങ് എഞ്ചിനീയർ എവിടെയാണ് വ്യത്യസ്തനാകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു മാനേജ്മെന്റ് സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ട് മാനേജർക്ക് ഡയറക്റ്റ് റിപ്പോർട്ട്, അല്ലെങ്കിൽ പ്രൊജക്ട് ഡയറക്ടർക്ക് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ഓവറോൾ കൺട്രോള്, അതായത് പ്രൊജക്ടിന് ബേസ് ആയിട്ടുള്ള വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വർക്ക് സ്കോപ്പ് എന്താണ്, ആ സ്കോപ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എപ്പോൾ ഫിനിഷ് ചെയ്യണം, അതിന് എന്തൊക്കെ മെറ്റീരിയൽ വേണം, എന്തൊക്കെ റിസോഴ്സ് വേണം, ഓരോ ഡേയിൽ എന്തൊക്കെയാണ് ടാർഗറ്റ്, വീക്ക്ലി ടാർഗറ്റ്, മന്ത്ലി ടാർഗറ്റ് കാര്യങ്ങൾ നോക്കിയിട്ട് അതിന്റെ ഹെൽത്ത് ചെക്ക്, അതായത് ഷെഡ്യൂൾ വൈസ് ടൈം വൈസ് എങ്ങനെയാണ് പ്രൊജക്ട്, കോസ്റ്റ് വൈസ് എങ്ങനെയാണ് പ്രൊജക്ട്, ഇപ്പോൾ അണ്ടർ ബജറ്റ് ആണോ ഓവർ ബജറ്റ് ആണോ, എത്ര ഡിലേ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തൊക്കെ ഡെലിവറബിൾസ് ആണ് നമുക്ക് പെർട്ടിക്കുലർ ഡേ കിട്ടാനുള്ളത്, പെൻഡിങ് ഉള്ളത്, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്തെങ്കിലും ഡ്രോയിങ്ങോ ഡീറ്റെയിലോ റിവിഷൻസ് ഒക്കെ പെൻഡിങ് ഉണ്ടോ, പ്രൊക്യൂർമെന്റ് മെറ്റീരിയൽ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടോ, എക്സിക്യൂഷനിൽ ഡിലേ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന റോളാണ് പ്ലാനിങ് എഞ്ചിനീയർ. അതായത് ഇത്രയും കൺട്രോൾ പ്ലാനിങ് എഞ്ചിനീയർ കയ്യിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് എപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് പ്ലാനിങ് എഞ്ചിനീയറെ അടുത്തായിരിക്കും. അതുകൊണ്ട് പ്ലാനിങ് എഞ്ചിനീയർ ഈ അധികവും ഓഫീസിലാണ് വർക്ക് ഉണ്ടാവുക. 80-90% പ്ലാനിങ് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ഓഫീസിലാണ്. കാരണം ഇതിന്റെയൊക്കെ കോർഡിനേഷൻ ആണ് പ്ലാനിങ് എഞ്ചിനീയർ ചെയ്യുന്നത്. പ്ലാനിങ് എഞ്ചിനീയർ ടെക്നിക്കൽ റോൾ അല്ല. കാരണം പ്ലാനിങ് എഞ്ചിനീയർക്ക് ഇൻപുട്ട് കിട്ടുന്നത് പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, സിവിലിന്റെ പ്രൊജക്ട് എഞ്ചിനീയർ, മെക്കാനിക്കൽ എല്ലാ തുടങ്ങിയത് പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന പ്രൊജക്ട് എഞ്ചിനീയേഴ്സിന്റെ അടുത്തുനിന്ന് ഇൻപുട്ട് ഓരോ ദിവസവും പ്ലാനിങ് എഞ്ചിനീയർക്ക് വരും. ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് വരാം. അവരെ ഇൻപുട്ടുകൾ, മീറ്റിംഗ് എന്നുള്ള ഇൻപുട്ടുകൾ ഉണ്ടാവും. വീക്കിലി വൺസ് നമ്മൾ പ്രൊജക്ട് റിവ്യൂ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ, നമ്മൾ ഇൻപുട്ടുകൾ ഡിഫറെന്റ് ടെക്നിക്കൽ പേഴ്സന്റെ അടുത്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഈ പ്ലാനിങ് എഞ്ചിനീയർ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാനിങ് എഞ്ചിനീയർ മറ്റു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ വേറെ ഒരു റോളും കമ്പനിയിൽ ആരും ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ സൈറ്റ് എഞ്ചിനീയർ ആണെങ്കിൽ ആ അന്നന്നത്തെ ടാസ്കുകൾ മാത്രമാണ് സൈറ്റ് എഞ്ചിനീയർ ചെയ്യുന്നത്. അതിലപ്പുറം സൈറ്റ് എഞ്ചിനീയർക്ക് ഒരു ടാർഗറ്റ് ഇല്ല. മറ്റുള്ളവർക്കൊക്കെ അങ്ങനെയാണ്. പക്ഷെ പ്ലാനിങ്ങിൽ എന്താ വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് ഹൈ പെയ്ഡ് ആവുന്നതും നല്ല ഡിമാൻഡ് ഉള്ളതും. സ്കില്ലുള്ള പ്ലാനിങ് എഞ്ചിനീയേഴ്സിന് നല്ല ഡിമാൻഡ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ. അതുപോലെ ഒരുപാട് വേക്കൻസികൾ ഉണ്ട്. പിന്നെ ഇത് ഒരു വൈറ്റ് കോളർ ജോബാണ്. കംപ്ലീറ്റ് 80-90% നമുക്ക് ഓഫീസിലാണ് നമുക്ക് അധികം വർക്ക് വരുന്നത്. മാനേജ്മെന്റ് റോളാണ് ഇത് തുടങ്ങുന്നത് തന്നെ. ഈ കരിയർ തുടങ്ങുന്നത് തന്നെ മാനേജ്മെന്റ് പാർട്ടായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. വേറെ ഏത് റോളിലും നമുക്ക് മാനേജ്മെന്റ് റോൾക്ക് ഡയറക്റ്റ് എൻട്രി ഉണ്ടാവില്ല. ഈവൻ ഷെഡ്യൂളർ ആയാൽ പോലും നമ്മൾ മാനേജ്മെന്റ് റോളിന്റെ ഭാഗമായിട്ട് ഒരു പ്ലാനിങ് എഞ്ചിനീയറിന്റെ അണ്ടറിലായിരിക്കും ഷെഡ്യൂളേഴ്സ്, ഏരിയ പ്ലാനേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുക. അല്ലെങ്കിൽ ഒരു സീനിയർ പ്ലാനറിന്റെ അണ്ടറിലായിരിക്കും. കാരണം സീനിയർ പ്ലാനർ ഒരു പ്ലാനിങ് എഞ്ചിനീയർ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത്. അവരുടെ അണ്ടറിൽ ഒരുപാട് പ്ലാനിങ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഒരു പ്ലാനിങ് മാനേജർ ഉണ്ടാവും. വലിയ പ്രൊജക്റ്റ് ഒക്കെ ആണെങ്കിൽ പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവും. ഇനി അല്ലാത്ത ചെറിയ ചെറിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ഇല്ല പ്ലാനിങ് എഞ്ചിനീയർ ഉണ്ടാവും. ഒരു പ്ലാനിങ് എഞ്ചിനീയർക്ക് തന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആണെങ്കിൽ എത്ര വലിയ പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഇൻഡിവിജ്വലി തന്നെ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് വേണ്ടത് സ്കില്ലുകൾ മാത്രമാണ്. നമ്മളടുത്ത് ഷെഡ്യൂളായിട്ടും നമ്മളടുത്ത് എല്ലാ റിപ്പോർട്ടുകളായിട്ടും നമുക്ക് ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ പ്രൊജക്റ്റും ഒരു പ്ലാനിങ് എഞ്ചിനീയർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും. കുറെ ഏരിയ ഉണ്ടാവുമ്പോൾ അത് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏരിയ പ്ലാനേഴ്സിനും കാര്യങ്ങളൊക്കെ ഹയർ ചെയ്യുന്നത്. എസ്പെഷ്യലി ഷട്ട് ഡൗൺ ടൈമിൽ അത് ടൈം വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. 23-24 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ അത്തരം വർക്കുകൾ. പ്ലാന്റ് ഷട്ട് ഡൗൺ ചെയ്യുന്ന, ഓപ്പറേഷനിലുള്ള പ്ലാന്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു വിൻഡോയിൽ എത്രയും പെട്ടെന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ക്ലോസ് ചെയ്യണം. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റിലൊക്കെ പെട്ടെന്ന് ചെയ്തു. അപ്പോൾ എന്താ ചെയ്യുക, ഓരോ ഏരിയയിലും ഓരോ പ്ലാനർ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഫുൾ പ്ലാന്റിന്റെ കൺട്രോള് പ്ലാനിങ് ടീം മാനേജ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത്തരം സമയത്തൊക്കെ ഒരുപാട് റിക്വയർമെന്റ് ഇവിടെ വരാറുണ്ട്. നാട്ടിൽ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും ആ ടൈമിൽ വർഷത്തിൽ 2-3 തവണ ഈ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. 3-4 മാസമൊക്കെ ഷോർട്ട് ടേം ആയിട്ടും അതിനുശേഷം അവിടെ ലോങ് ടേം ആയിട്ട് സ്റ്റേ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഷോർട്ട് ടേം വർക്കിന് പോയി പിന്നെ അവിടെ പെർഫോമൻസ് ഒക്കെ നല്ലതാണെങ്കിൽ കമ്പനിയിൽ തന്നെ ലോങ് ടേം ജോബായിട്ട് പിന്നെ നല്ല നല്ല പൊസിഷനിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഏരിയ പ്ലാനറായി പോയി പിന്നെ പ്ലാനിങ്ങും സീനിയർ പ്ലാനറും പ്ലാനിങ് മാനേജറൊക്കെ ആയിട്ട് നല്ല സ്കെയിലിൽ വർക്ക് ചെയ്യുന്ന, അങ്ങനെയാണ് നമ്മളെ ഗ്രോത്തും. ആക്ച്വലി നമ്മളൊക്കെ അങ്ങനെയാണ് വളർന്നു വന്നതും സീനിയർ ലെവലിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇപ്പൊ പ്ലാനിങ്ങിൽ തുടങ്ങുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല ആൾക്കാർക്ക് ആ എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ ഇല്ല എത്ര വർക്ക് പ്രൊജക്ട് മാനേജ്മെന്റ് കാര്യങ്ങളായിട്ട് കാണിച്ചിട്ട്
നമ്മൾ അതിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്ക് പ്രത്യേകം ഒരു ഇത് കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ എങ്ങനെയാണ് ഇത് ഇയർ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചിട്ട് നമുക്ക് സീനിയർ ലെവലിലോട്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിലോട്ട് നമുക്ക് പോകാൻ പറ്റാം. കാരണം ഇതിലിപ്പോ നിങ്ങൾക്ക് സാലറി മാത്രമല്ലല്ലോ, നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റ് ഉണ്ട്. മാനേജറിയൽ റോളിൽ നിൽക്കുമ്പോൾ കുറെ ബെനിഫിറ്റ് ഉണ്ട്. സൈറ്റിൽ ഹാർഡ് ജോബ് മാത്രമല്ല, വൈറ്റ് കോളർ ആയിട്ട് ഓഫീസിൽ മാനേജറിയൽ റോളായിട്ട് അതർ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള ഒരു ജോബാണ് പ്ലാനിങ് എഞ്ചിനീയർ ജോബ്. ലേഡീസിനൊക്കെ സംബന്ധിച്ചിട്ട് ഇപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ റോളാണ്, മീൻസ് ഒരു പ്രൊഫഷണൽ റോളാണ്. ടെക്നിക്കൽ റോൾ എന്ന് പറയാനില്ല, കാരണം ടെക്നിക്കലി നമ്മൾക്ക് പ്ലാനിങ് എഞ്ചിനീയർക്ക് കാര്യമായിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ല. ചെറിയ കാൽക്കുലേഷനും കാര്യങ്ങൾ കൗണ്ട് ചെയ്യാനും ഏരിയ ഒക്കെ മെഷർ ചെയ്യാൻ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, എത്ര പ്രോഗ്രസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കാൻ, ഔട്ട് ഓഫ് ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നൊക്കെ നോക്കാനില്ല. അങ്ങനത്തെ ബേസിക് എസ്റ്റിമേഷൻ സ്കില്ല് അല്ലെങ്കിൽ ബേസിക് ക്വാണ്ടിറ്റി അങ്ങനത്തെ സ്കില്ല് മാത്രം നമുക്ക് മതി. ക്വാണ്ടിറ്റി മെഷറിങ് സ്കില്ലൊക്കെ നമുക്ക് മതി. അതിന് ടെക്നിക്കലായിട്ട് പ്രൊജക്ട് എഞ്ചിനീയർ പോലെ നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് വർക്കിനെ കുറിച്ച് അറിയേണ്ട ആവശ്യം പ്ലാനിങ് എഞ്ചിനീയർക്ക് ഇല്ല. പിന്നെ ഒരുപാട് വേക്കൻസികൾ GCC കൺട്രീസിൽ, ഞാൻ ഇപ്പോൾ ബ്രൂണയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ ബ്രൂണെ ഷെൽ പെട്രോളിയത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ CSIP കോൺട്രാക്ട് എന്ന് തന്നെ ഒരു കോൺട്രാക്റ്റിൽ സിവിൽ മെക്കാനിക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാനിങ് എഞ്ചിനീയറെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഏത് സ്ട്രീമിൽ പെട്ട ആളാണെങ്കിലും, സിവിൽ ആണെങ്കിലും മെക്കാനിക്കൽ ആണെങ്കിലും ഇലക്ട്രിക്കൽ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് റോളിലാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടോ സിവിൽ എഞ്ചിനീയർ ആയിട്ടോ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ടല്ല പോകുന്നത്, ഒരു പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് ഓവറോൾ ഒരു വർക്കിന്റെ ഒരു ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമ്മളെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ആൾറെഡി ഇതൊക്കെ പ്രൊജക്റ്റുകളും അസൈൻമെന്റുകളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഒരു സിവിൽ വർക്ക് ആണെങ്കിൽ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. നമ്മളൊരു വീട് പണി നടക്കുമ്പോൾ അതിനൊരു ഫൗണ്ടേഷൻ ഉണ്ടാവും, അതിന് സ്ട്രക്ചർ, കോളം, ബീം, സ്ലാബ്, അതിന്റെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അത്രേ പറഞ്ഞാൽ മതി. അത്രത്തോളം ഓരോ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചിട്ടും ജസ്റ്റ് ഒരു ബേസിക് നോളജ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റയർ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല എന്തൊക്കെയാണോ വർക്ക് നമുക്കുള്ളത് അതിലൊക്കെ നമുക്ക് സ്കോപ്പ് ഓഫ് വർക്ക് എന്നൊരു ഡോക്യുമെന്റ് ഉണ്ടാവും. അപ്പൊ അതിൽ ഈ പറഞ്ഞ എല്ലാ വർക്കുകളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി പഠിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ കുറെ റെഫറൻസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ സ്റ്റുഡൻസിന് കൊടുക്കാറുണ്ട്, അറിയാത്തവരെ സംബന്ധിച്ച് ഇതിന്റെ സീക്വൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ. ചിലപ്പോൾ 10 വർഷം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ സീക്വൻസിലൊക്കെ ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനത്തെവർക്കൊക്കെ റെഫറൻസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഓരോ വർക്കും എങ്ങനെയാണ് അതിന്റെ സീക്വൻസ്, ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് നമ്മൾ സീക്വൻസിൽ അത് ബിൽഡ് ചെയ്യുന്നത്, MEPന്റെ സീക്വൻസ് എന്താണ്, ഓയിൽ ആൻഡ് ഗ്യാസിന്റെ സീക്വൻസ് എന്താണ്, എഞ്ചിനീയറിംഗും പ്രൊക്യൂർമെന്റും എങ്ങനെയാണ് നമ്മൾ WBS ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ആക്ടിവിറ്റി ലോഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ പ്രൊജക്ടിന്റെ പെർസ്പെക്റ്റീവിൽ ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ പ്രൈമവേര ട്രെയിനിങ് മാത്രമല്ല, ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പ്രൈമവേരയും MS പ്രൊജക്റ്റ് ഷെഡ്യൂളിങ്ങും പ്ലാനിങ്ങും പഠിക്കുന്നത് നമ്മളെ ഈ ട്രെയിനിങ്ങിൽ. ഇന്ന് നമ്മൾ വെച്ചിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ആയിട്ടാണ്. എല്ലാവർക്കും ഇത് എന്താണ് പ്ലാനിങ്, എന്തൊക്കെ റോളുകളാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. പിന്നെ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സ്കില്ലാണ് പ്രൈമവേരെ MS പ്രൊജക്റ്റും പഠിക്കുക എന്നുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് അതാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ റിയൽ പ്രൊജക്റ്റും അസൈൻമെന്റും അതിന്റെ ഒപ്പം ഈ പ്ലാനിങ്ങിന്റെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അതിന്റെ കൂടെ ഇത് രണ്ടും മിക്സഡ് ആയിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് രണ്ടും മിക്സഡ് ആയിട്ടാണ് നമ്മളെ കോഴ്സിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അതാണ് നമുക്ക് അവിടെ പ്രാക്ടിക്കലി നമുക്ക് ആവശ്യമുള്ളതും. ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ പ്രൊജക്റ്റിൽ നമുക്ക് ആവശ്യമുള്ളത് അതാണ്. അല്ലാതെ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്താ പറ്റില്ല, ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജർ ആയിട്ടോ നിങ്ങൾക്ക് മാറാൻ കഴിയില്ല. അത് അപ്ലൈ ചെയ്യണം. മെജോറിറ്റി അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, ഈ പറഞ്ഞ പഠിച്ച സാധനങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് കരിയറിൽ അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. സാലറി സ്കെയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏത് ഫീൽഡിൽ നോക്കുകയാണെങ്കിലും പ്ലാനിങ് എഞ്ചിനീയറിന്റെ സാലറിയും ബെനിഫിറ്റ്സും ഒക്കെ കൂടുതലാണ്. കാരണം അതാണ് മാനേജറിയൽ റോളിലുള്ള ഒരു പൊസിഷനാണ് പ്ലാനിങ് എഞ്ചിനീയർ. മാത്രമല്ല ഗ്രോത്തിനും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങൾ കൂടുതലാണ്, വേക്കൻസീസ് ഒരുപാടാണ്, ഗ്ലോബൽ മൊബിലിറ്റി ഉണ്ട്. അതായത് ഡിഫറെന്റ് കൺട്രീസിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കൺട്രീസിലൊക്കെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൽ. ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കാം, ലാസ്റ്റ് മന്തിൽ മാത്രം ഞാൻ സെർച്ച് ചെയ്തത്, ഇപ്പോൾ ഓരോ വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ഇന്ത്യയുടെയോ ഗ്ലാസ് ഡോറോ നോക്കറി ഗൾഫിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ എത്ര വേക്കൻസി വരുന്നുണ്ട് നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്യുക. ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്താൽ മതി എത്ര വേക്കൻസി കറന്റ് ഓപ്പണിംഗ് ഉണ്ട് ഇന്ത്യയിലും എബ്രോഡും ഒക്കെ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അത്രത്തോളം വേക്കൻസികൾ നമുക്ക് പ്ലാനിങ് എഞ്ചിനീയർ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇത് വേക്കൻസി ഇങ്ങനെ നിൽക്കുന്നു വെച്ചാൽ പലർക്കും പ്ലാനിങ് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത്, അവിടെ വേണ്ട സ്കില്ലുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്തിനാണ് ഞാൻ പ്രൈമറി വരെ പഠിക്കുന്നത് പോലും അറിയാതെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പലരും പഠിപ്പിക്കുന്നത്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്നവരാരും പ്ലാനിങ് എഞ്ചിനീയേഴ്സ് അല്ല, അവർ ആ സോഫ്റ്റ്വെയർ ട്രെയിനേഴ്സ് മാത്രമാണ്. സോഫ്റ്റ്വെയർ എന്താണ്, അതിലെന്താ ഉള്ളത്, അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മളത്. അതിന് അവർ ഭയങ്കര ഹ്യൂജ് എമൗണ്ട് ചാർജ് ചെയ്തിട്ട് നിങ്ങൾ ഇത് പ്രൈമറി വരെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർക്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റില്ല. ആദ്യം മനസ്സിലാക്കേണ്ടതാണ്, നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചിട്ട് കാര്യമില്ല. ഫിനിഷിംഗ് സ്കൂളിന്റെ പർപ്പസ് എന്താണ്, നമുക്ക് ഒരു ജോലി ചെയ്യാനുള്ള ഏബിൾ ആക്കി തരിക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ബിടെക്കോ BE കൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടണമായിരുന്നു. അതുകൊണ്ട് ആർക്കും ജോലി കിട്ടുന്നില്ല. അത് കിട്ടാത്ത എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മൾ സൈറ്റ് എഞ്ചിനീയറോ പ്രൊജക്ട് എഞ്ചിനീയറോ ഒക്കെ ആയിട്ട് മാറുന്നത്. അത് നമ്മൾ സൈറ്റിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. അത് നമ്മൾ കോളേജിൽ നിന്ന് പഠിപ്പിച്ചതല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിപ്പിച്ചതല്ല. പക്ഷെ ഇവിടെ പ്ലാനിങ് നമ്മൾ പഠിക്കേണ്ടത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്, വർക്കിന്റെ നേച്ചറിലാണ് നമ്മൾ എന്ത് പഠിക്കേണ്ടത്, പ്ലാനിങ് പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയറും പഠിക്കേണ്ടത്. അപ്പോഴേ നമുക്ക് ഈ പറഞ്ഞ ജോബുക്കൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ക്രാക്ക് ചെയ്യാനും കാര്യങ്ങളും പറ്റുള്ളൂ. ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്, നമ്മൾ ട്രെയിനിങ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മൾ അവരെ CV, ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്കാണെങ്കിൽ 1 to 2, 2 to 3 years എക്സ്പീരിയൻസ് ആയിരിക്കും, നമ്മൾ അവരെ CV മാക്സിമം ഒരു മാർക്കറ്റിൽ നമുക്ക് ഒരു ഇന്റർവ്യൂക്ക് അട്രാക്ട് ആകുന്ന രൂപത്തിൽ നമ്മൾ CV മോഡിഫൈ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യും അവരെ. നിങ്ങൾക്ക് ഇൻസെക്യൂർ ആയിട്ട് തോന്നുന്നവർക്ക് എന്താക്കുക, 2 പ്രൊഫൈൽ ബിൽഡ് ചെയ്യാം. പ്ലാനിങ് കോഴ്സ് ട്രെയിനിങ് എടുത്ത് കാര്യങ്ങൾ ഒരു പ്രൊഫൈൽ പ്ലാനിങ്ങിൽ ബിൽഡ് ചെയ്യുക. ജൂനിയേഴ്സിനെ സംബന്ധിച്ച് 2 to 3 years അവർക്ക് 3 years കൂടുതൽ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 3 years കംപ്ലീറ്റ്ലി പ്ലാനിങ്ങിൽ തന്നെ കാണിക്കാം. നമ്മൾ ഈ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് പ്രൈമറി മാത്രം പഠിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതിനുള്ളൊരു ഗ്രൂമിങ്ങും സപ്പോർട്ടും നമ്മൾ കൊടുക്കും. CVന്റെ കാര്യത്തിലാണെങ്കിലും ഇന്റർവ്യൂ ക്രാക്കിങ്ങിനാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ഇൻഡിവിജ്വലി ആണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരിക. ഞാൻ ഗൈഡ് ചെയ്യാം, ഡേ ടു ഡേ ഞാൻ ട്രെയിൻ ചെയ്യും. നിങ്ങൾ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ മുതൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ അടക്കം പ്രൈമറിന്റെയും MS പ്രൊജക്റ്റിന്റെയും ട്രെയിനിങ്, പ്രൊജക്ട് പെർസ്പെക്റ്റീവിൽ പ്ലാനിങ് എഞ്ചിനീയർ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു 20 days, നിങ്ങൾക്ക് 20 days, ഒരു 1 hour നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 20 days കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ രണ്ടും പഠിച്ചെടുക്കാൻ പറ്റും. 20-25 days. നമ്മൾ സ്റ്റുഡന്റ് 10 ദിവസം കൊണ്ടൊക്കെ പ്രൈമറി പഠിച്ചെടുത്തവരുണ്ട്. ഡെയിലി 1.5 hour സ്പെൻഡ് ചെയ്താൽ കംപ്ലീറ്റ് ബേസിക് നോളജ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എൻഡ് വാല്യൂ മാനേജ്മെന്റ്, കോസ്റ്റ് കൺട്രോളിങ്ങും ഈ എസ് കർവ് കാര്യങ്ങൾ എല്ലാം പ്രൈമറിയിലും എക്സലിലും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ആ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പഠിച്ചെടുത്തവരുണ്ട് 10 ദിവസം കൊണ്ടും 15 ദിവസം കൊണ്ടൊക്കെ. അപ്പോൾ അത് പോസിബിൾ ആണ്. അവർക്കൊന്നും പറഞ്ഞ മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവരാണ് പൈപ്പിംഗ് ഫോർമാനായിട്ടും സൂപ്പർവൈസറായിട്ടും പിന്നെ പെർമിറ്റ് ഹോൾഡർ ആയിട്ട് വർക്ക് ചെയ്തവരൊക്കെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 weeks ബിഫോർ നമ്മൾ 4 സ്റ്റുഡൻസ് അവർ പ്ലേസ്ഡ് ആയത്. അവർക്ക് പെർമിറ്റ് ഹോൾഡർ ആയിരുന്നു ഒരാൾ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു, ബാക്കി എല്ലാവരും സൈറ്റ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു. അവർക്ക് എക്സ്പീരിയൻസ് പ്ലാനിങ്ങിൽ മുന്നേ പ്രിയർ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ നമ്മൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ പ്രോസസ്സ് കൂടെ കടന്നുപോയി അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് ക്രാക്ക് ചെയ്ത് ഇപ്പൊ എല്ലാവരും എബ്രോഡ് ആ ജോലിയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നമ്മളെ അസിസ്റ്റന്റിന് ആയിട്ട്, നമ്മളെ പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനായിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഇതേപോലെയുള്ള വേക്കൻസികളൊക്കെ ഡെയിലി ഇടാറുണ്ട്. അത് നിങ്ങൾ ട്രെയിനിങ്ങിന് ശേഷം ആയിരിക്കും ഇതിലേക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഏബിൾ ആവുക. നിങ്ങളിപ്പോൾ എത്ര കപ്പാസിറ്റി ഉണ്ട് എന്ന് ആദ്യം നോക്കണം. നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. അതിനുശേഷം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം CV പ്രിപ്പറേഷനും ഇന്റർവ്യൂ ക്രാക്കിങ്ങും ഇങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഒരു ജോലിയിൽ ഏബിൾ ആക്കി തരിക എന്നുള്ളതാണ് നമ്മളെ ഒരു ടാർഗറ്റ്. അല്ലാതെ നമ്മൾ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പർപ്പസ് അതിന്റെ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഒരു പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഉദ്ദേശം എന്താണോ, നിങ്ങൾക്കൊരു ഇപ്പോൾ 10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പം ഈ സ്കില്ല് പഠിച്ചെടുത്താൽ മതിയാവും. എന്നാൽ തന്നെ അവർക്ക് പ്രൊജക്ട് മാനേജർ ആയിട്ടൊക്കെ പോകാൻ പറ്റും. ഈ സ്കില്ല് നിർബന്ധമാണ് പ്രൊജക്ട് മാനേജർ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അവരൊക്കെ ഇത് പഠിച്ചെടുത്താൽ ആ സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫീൽഡിൽ പ്രൊജക്ട് മാനേജ്മെന്റ് റോളിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റെപ്സ് ടു ബിക്കം പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പ്ലാനിങ് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത്, എങ്ങനെ ആവാം എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. റോൾ എന്താണെന്ന് മനസ്സിലായി, നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്താണെന്ന് മനസ്സിലായി, എന്തൊക്കെ സ്കില്ലുകളാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ എങ്ങനെ നമുക്ക് എക്സ്പീരിയൻസ് കാണിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ വിചാരിച്ചത്.
കാരണം ഇപ്പൊ ഡിഫറെന്റ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് കൺഫ്യൂഷൻ, ഞാനിത് പഠിച്ചുകൊണ്ട് എനിക്ക് കാര്യമുണ്ടോ, ഞാൻ ഇത്രയും വർഷം 3-4 വർഷം ഞാൻ ക്യാഡിലായിരുന്നു, എസ്റ്റിമേഷൻ ആയിരുന്നു, ഞാൻ 5 വർഷം ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇയർ ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ 10 വർഷം 15 വർഷം ഞാൻ പ്രൊജക്ട് എഞ്ചിനീയർ ആയിരുന്നു, എനിക്കിനി പ്ലാനിങ്ങിലേക്ക് പോകാൻ പറ്റുമോ, എന്താ പോയിട്ട് കാര്യം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിനൊക്കെ നമ്മളെ സ്റ്റുഡൻസും, ഇതിലില്ല പറഞ്ഞ എല്ലാ സ്റ്റുഡൻസും നമുക്കിപ്പോൾ ആൾറെഡി ചെയ്യുന്നവരുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പർപ്പസാണ്, ഓരോരുത്തർക്കും ഓരോ പർപ്പസ്. ഇപ്പൊ ക്യൂ സി ആയിട്ട് നമ്മൾ അഡ്നോക്കിൽ ക്യൂ സി ആയിട്ട് 12 വർഷം എക്സ്പീരിയൻസിൽ ഒരാൾ പ്ലാനിങ് പഠിക്കുന്നുണ്ട്. അത് അവർക്ക് എന്താ കാര്യം പർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഓയിൽ ആൻഡ് ഗ്യാസിൽ നിങ്ങൾക്ക് അറിയാം, ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്യാത്തവർക്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് കുറെ കാലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് മാറാനും റെസിഡൻഷ്യൽ ഏരിയക്ക് വരാനും കുറച്ചൊക്കെ ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടൊക്കെ ആക്കാനുള്ള കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ്, പ്ലാനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് പഠിച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് മാറാം. അപ്പൊ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ വേക്കൻസികൾ ഉണ്ടാവും ഈ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട്സിന്റെ കാര്യങ്ങളും. മറ്റേത് ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രം ഫോക്കസ്ഡ് ആയി പോകും. ഓയിൽ ആൻഡ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് എപ്പോഴും ഒരു ഫാമിലി റിലേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കാൻ പ്രയാസം ഉണ്ടാവും. ഞാൻ 15 വർഷത്തിൽ കുറെ വർഷം അങ്ങനെ നിന്നതാണ്. പക്ഷെ എല്ലാ പ്രൊജക്റ്റിലും അങ്ങനെയാണെന്നല്ല, ചിലർക്ക് അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കും, ഫാമിലി കാര്യം സ്റ്റാറ്റസ് ഒക്കെ കൊടുക്കും. ചിലതൊക്കെ റിമോട്ട് ലൊക്കേഷൻ ആയി പോകും. ഞാൻ 2 ഏരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് ഇപ്പൊ തുടക്കത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരാൾക്കാർ, എനിക്കത് രണ്ട് പറഞ്ഞാലും മനസ്സിലാവും. എന്നെ കുറെ സ്റ്റുഡൻസ് വിളിക്കാറുണ്ട്, അവിടുത്തെ പ്രശ്നങ്ങൾ, ജോലിയിലുള്ള പ്രശ്നങ്ങൾ, കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഒരു ബിലോ 5 ഇയേഴ്സിലെ ആൾക്കാർ വിളിച്ചിട്ട് ആകെ കൺഫ്യൂഷനാണ്, എങ്ങോട്ട് പോകണം എന്നറിയില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫസ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ്. അതിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, ഒരു കരിയറിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ സ്കിൽസും കാര്യങ്ങളും സർട്ടിഫിക്കേഷൻ മാക്സിമം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റിലോട്ട് നമ്മൾ വരണം. മാക്സിമം 5 ഇയേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ വരണം. പിന്നെ ഇയർ ഗ്യാപ്പും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. നമ്മൾ വൺസ് എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതൊരു പ്രശ്നമില്ല കാര്യമല്ല. നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് 10-15 വർഷം എക്സ്പീരിയൻസ് വേസ്റ്റ് ആയിട്ടില്ല, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊജക്ട് മാനേജർ ആയിട്ടോ അല്ലെങ്കിൽ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ടോ ഒരു 5 വർഷം മോർ ദാൻ 5 ഇയേഴ്സ് ഉള്ളവർക്ക് എന്താണെങ്കിലും ഒരു, നിങ്ങൾ ബിഗിനർ ലെവലിൽ പോകണ്ട. നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് കാണിച്ച് നല്ല രീതിയിൽ ട്രെയിനിങ് എടുത്ത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ സി വിയിൽ ഒരു പ്ലാനിങ് എഞ്ചിനീയർ ഒരു മിഡിൽ ലെവലിലേക്കെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ 10,000 to 15,000 AED അല്ലെങ്കിൽ 10,000 to 15,000 സൗദി റിയാൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഉണ്ട്, സാധ്യതകളും നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അതും മാനേജ്മെന്റ് റോളിലാണ്, സൈറ്റിലല്ല. നിങ്ങൾക്ക് ഒരു ഓഫീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു മെയിൻ ഓഫീസിൽ നിങ്ങൾക്ക് ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് എന്തില്ല, സൈറ്റിലില്ല പോലെ നേച്ചറേ അല്ല. ഈ പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ലേഡീസിന് പോലും പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്, ലേഡീസിന് അധികം പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ജോബാണ് പ്ലാനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രത്തോളം കംപ്ലീറ്റ്ലി ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് സൈറ്റിൽ പോവാം, മീറ്റിങ്ങുകൾ വെക്കാം, സൈറ്റ് ടീമിനായിട്ട് മീറ്റിങ്ങുകൾ ഉണ്ടാവും, ഓൺലൈൻ മീറ്റിങ്ങുകളും ഓഫ്ലൈൻ മീറ്റിങ്ങുകളും, സൈറ്റ് ഇൻസ്പെക്ഷൻസ്, വിസിറ്റ്, പ്രോഗ്രസ് മോണിറ്ററിംഗിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ സൈറ്റിൽ പോകേണ്ടി വന്നേക്കാം. പക്ഷെ അതൊക്കെ കുറച്ച് വളരെ ശതമാനം കുറവാണ്. എല്ലാവർക്കും ആ റോള് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. ഓക്കെ, അപ്പോൾ 5 സ്റ്റെപ്പ് നമുക്ക് പറയാം ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് മാറാൻ. നമ്മൾ എന്താ റോൾസ് മനസ്സിലാക്കി, ടാർഗറ്റ് ചെയ്യുക റോള്. നിങ്ങൾക്ക് എത്ര ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞു അതൊരു പ്രശ്നമാക്കണ്ട. നമ്മൾ ട്രെയിനിങ്ങിൽ അത് നമ്മൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് പേഴ്സണൽ ഗ്രൂമിങ്, മെന്ററിങ് തന്നിട്ടാണ്, നിങ്ങൾക്ക് എന്താണോ നിങ്ങളെ ആവശ്യം, നിങ്ങളെ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിനിങ്ങും അങ്ങനെയാണ് തരിക. ഇൻഡിവിജ്വലി നിങ്ങൾക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തരിക. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് കാര്യങ്ങൾ, ഇൻഫർമേഷൻസും സ്കിൽസും കാര്യങ്ങളൊക്കെ കിട്ടി സർട്ടിഫിക്കറ്റ് കോഴ്സ് തന്നു കഴിഞ്ഞാൽ, ഈ 5 സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സി വി പ്രിപ്പറേഷനും ഇന്റർവ്യൂ ക്രാക്കിങ്ങും കൂടിയും വരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ജോബിലേക്ക് പോകാനുള്ള, ഫുൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ സിൻസിയർ ആയിട്ട് എഫേർട്ട് ഇടുക. നിങ്ങളെ ഫ്രീ ടൈമിൽ, നിങ്ങൾക്കറിയാം നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് അധികവും. അപ്പോൾ ഒരു ഹാഫ് അവർ ഡെയിലി അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് 1 അവർ ഒക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 10 to 15 ഡേയ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. 15 ഡേയ്സ് നിങ്ങൾക്ക് ലൈഫ്, അതൊരു സ്കില്ല് പഠിക്കാൻ, അതൊരു നോളജ് വർദ്ധിപ്പിക്കാൻ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താകാൻ പറ്റും, വളരെ നിസ്സാരമായ, പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു ഫീലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഫ്രീ ഉള്ള ടൈമിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ കരിയറിൽ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട്, കരിയറിലും ലൈഫിലും നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. മാനേജറിയൽ റോളിൽ പോകാനും നിങ്ങളിപ്പോൾ നിൽക്കുന്ന വർക്കിൽ നിന്നും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷൻക്കും ഒക്കെ പോകാൻ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയി.
പിന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഒരു പ്രൊജക്ട് ഡെലിവറബിൾസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. എന്തൊക്കെയാണ് പ്രൊജക്ട് ഡെലിവറബിൾസ്? പ്രൊജക്ട് ചാർട്ടർ, സ്കോപ്പ് ഓഫ് വർക്ക്, കോൺട്രാക്ട്സ്, ഡോക്യുമെന്റ്സുകൾ, സ്പെസിഫിക്കേഷൻസ്, ഡ്രോയിങ്സ്, ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അല്ലെ, വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഇതിന്റെയൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ എന്താണ്, എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. അത് വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ഉണ്ടാക്കാം? അപ്പൊ അതൊരു സാമ്പിൾ പ്രൊജക്റ്റ് നിങ്ങൾക്ക് തരും. 1-2 സാമ്പിൾ പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. ഇപ്പൊ ഡിഫറെന്റ് ഏരിയയിലുള്ള ആൾക്കാർക്ക്, ഇപ്പം സിവിലിൽ വേണ്ടവർക്ക് സിവിലിന്റെ പ്രൊജക്റ്റ് ചെയ്യും. ഇനി രണ്ടും ചെയ്യേണ്ടവർക്ക് സിവിലും ഓയിൽ ആൻഡ് ഗ്യാസും ചെയ്ത് നോക്കാം. MEP വേണ്ടവർക്ക്, ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, MEP റിലേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളുകൾ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, പ്ലാനിങ് എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വർക്കും മാനേജ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് തന്നെ 2-3 അസൈൻമെന്റ് റിയൽ പ്രൊജക്റ്റുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അസൈൻമെന്റ് ആയിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് ഒരു കോൺഫിഡൻസ് വരും. എനിക്ക് ഏത് വർക്ക് കിട്ടിയാലും, ഞാൻ ഒരു പ്രൊജക്റ്റിൽ ഏത് പ്രൊജക്റ്റ് പോയാലും അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം. ആ രീതിയിൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് കാര്യങ്ങൾ വന്ന് നോക്കി നിങ്ങൾ വെരിഫൈ ചെയ്ത്, നിങ്ങളെ ഇൻഡിവിജ്വലി ആണ് നിങ്ങൾക്ക് ഓരോ ട്രെയിനിങ് തരുന്നത്. നിങ്ങൾ ഓക്കെ ആണ്, കംപ്ലീറ്റ് ആയത് കഴിഞ്ഞാലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ തരുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് CV പ്രിപ്പറേഷനും ഇന്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളും തരും. നിങ്ങൾക്ക് അന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ വരുന്നതും അല്ലാത്തതുമായ എല്ലാ പോസ്റ്റുകളിലും നിങ്ങൾ കയറി അപ്ലൈ ചെയ്യണം. അവിടെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഒരു CV ഉണ്ടാവും, പ്രോപ്പറായിട്ട് CV ഉണ്ടാവും. നിങ്ങളെ എക്സ്പീരിയൻസ് അങ്ങനെ കാണിക്കണം. പിന്നെ അതുപോലെ നമ്മളെ കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ വെച്ച് മാക്സിമം നിങ്ങൾ അപ്ലൈ ചെയ്യുക. എന്താണെങ്കിലും കോൾ ലെറ്റർ വരും. നിങ്ങൾ അപ്പോത്തിന് ബൈ ദ ടൈം നിങ്ങൾ എന്തായിരിക്കും, കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ കിട്ടും. അങ്ങനെ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടും. നല്ലൊരു പാക്കേജിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് സമയം, എഫേർട്ട് നിങ്ങൾ തന്നെ ഇടണം. അത് നമുക്ക് ഒരിക്കലും വേറൊരാൾക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഈ പൊസിഷനിൽ ഇരിക്കുന്നത്, ഇന്നൊരു സീനിയർ റോളിൽ എത്തിയത് ഞാനും ഈ പറഞ്ഞ റോഡ് മാപ്പിലൂടെ തന്നെയാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത് ഞാൻ എവിടുന്ന് തുടങ്ങിയതാണെന്നും. ഇപ്പോൾ ഞാൻ ഒരു PMCയിൽ സീനിയർ പ്ലാനിങ് എഞ്ചിനീയർ റോളിൽ വർക്ക് ചെയ്യാണ്. ഒരുപാട് കമ്പനിയിൽ നല്ല പൊസിഷനിൽ നല്ല ഫെസിലിറ്റിയിൽ എനിക്ക് വരാൻ കഴിഞ്ഞതൊക്കെ ആദ്യത്തെ ഈ സ്ട്രഗിൾ പീരീഡ് കഴിഞ്ഞിട്ട് തന്നെയാണ്. അല്ലാതെ ആദ്യം തന്നെ, എന്നാലും കമ്പയർലി വെച്ച് നോക്കുമ്പോൾ സൈറ്റിലുള്ള ആൾക്കാരൊന്നും അത്ര ഞാൻ ഫേസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. കാരണം എക്സ്ട്രീം വെതർ കണ്ടീഷനാണ് GCCയിലൊക്കെ, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മൾ AC റൂമിൽ, ഓരോ ഓഫീസ് റൂമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈറ്റിലുള്ള ആൾക്കാർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത്. അത്രയും സ്ട്രഗിൾ നമ്മൾ ചെയ്തിട്ടില്ല, അത്രയും സ്ട്രഗിൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ് കാര്യങ്ങളും ഉള്ള ഒരു ഫീൽഡാണ് പ്ലാനിങ് എഞ്ചിനീയർ. ലേഡീസിനെയൊക്കെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് അവർക്ക് ഓഫീസിലേ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ നല്ല റോളാണ് പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞത്. കോഴ്സ് സമ്മറിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഷെഡ്യൂളിംഗ് കൺസെപ്റ്റ് കാര്യങ്ങൾ ഒക്കെ പ്രൈമറിയിലാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. ഷെഡ്യൂളിംഗ് കൺസെപ്റ്റും ടൈം മാനേജ്മെന്റ്, റിസോഴ്സ് മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, എന്തൊക്കെ റിപ്പോർട്ടുകൾ, ലേ ഔട്ട് കാര്യങ്ങൾ, പിന്നെ അതിന്റെ ഭാഗമായിട്ട് തന്നെ എക്സലിലൊക്കെ കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എക്സലിലൊക്കെ എസ് കർവ് എങ്ങനെ ഉണ്ടാക്കാം, പ്രൈമറിയിലും എസ് കർവ് ഉണ്ടാക്കാം. കാരണം എസ് കർവ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഒരു ഡോക്യുമെന്റ്. പ്രൊജക്ട് മാനേജ്മെന്റിൽ സംബന്ധിച്ചിട്ട് എല്ലാ പ്രൊജക്റ്റിനും ഒരു എസ് കർവ് ഉണ്ടാവും. അത് നമ്മൾ ട്രാക്ക് ചെയ്യുകയും വേണം. ട്രാക്ക് ചെയ്യുന്നുണ്ടാവും ആരാണെങ്കിലും. നിങ്ങൾ ഒരു പ്ലാനിങ് എഞ്ചിനീയറും ഉണ്ടാവും, പ്രൊജക്ട് മാനേജർ ഉണ്ടാവും. അങ്ങനെ പ്രൊജക്റ്റുകളെ സക്സസ്ഫുൾ ആയിട്ട് ടൈമിൽ, ബഡ്ജറ്റിൽ തീർക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒരു പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലാത്ത ഒരു പ്രൊജക്റ്റും MNCന്റെ ഒരു EPC കമ്പനി ഒരു പ്രൊജക്റ്റും അങ്ങനെ ഉണ്ടാവില്ല. ഷെഡ്യൂൾ ഇല്ലാത്ത ഒരു പ്രൊജക്റ്റും ഉണ്ടാവില്ല. ഷെഡ്യൂൾ ഇല്ലാത്ത പ്രൊജക്റ്റ് ഒക്കെ ഫെയിലിയർ ആണ്. അപ്പൊ അതിനൊക്കെ ഒരു പ്ലാനിങ് എഞ്ചിനീയർ വേണം, പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് വേണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൈമറി ആണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ഷെഡ്യൂളിങ്ങും കോസ്റ്റിങ്ങും ബേസ് ലൈന്, പ്രൊജക്ട് ട്രാക്കിംഗ്, റിപ്പോർട്ടിങ് കാര്യങ്ങൾ ഒക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്റ്റിന് ഒരു കലണ്ടർ ഉണ്ടാവും. അപ്പം ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. EPS എന്താ, OBS എന്താ, കലണ്ടർ ക്രിയേഷൻ എങ്ങനെയാണ്, എസ് കർവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ് എടുക്കുക, ഇതൊക്കെ നമുക്ക് അറിയണം. ഈ ക്രിട്ടിക്കൽ പാത്ത് എന്നാൽ എന്താണ്, ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ഇതൊക്കെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഫ്രീ ഫ്ലോട്ട്, ടോട്ടൽ ഫ്ലോട്ട്, ക്രിട്ടിക്കൽ പാത്ത് എങ്ങനെയാണ്, ഓക്കെ, എങ്ങനെയാണ് WBS ഒരു വർക്കിനെ നിങ്ങൾക്ക് WBS ആക്കാൻ പറ്റുക. കാരണം ഇത് നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് തന്നിട്ടുണ്ടാവും. പ്രൊജക്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഇതേപോലെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റണം നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള പോലെ
ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റണം. എന്നിട്ട് മാനേജ്മെന്റിനോട് പറയാൻ പറ്റണം ഇത് ഇന്ന ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്, ഇത് ഡിലേ ആയി കഴിഞ്ഞാൽ പ്രൊജക്ട് ഡിലേ ആവും. എന്താണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് അറിയാലോ. ഈവൻ 1 ഡേ ഡിലേ ആയാലും പ്രൊജക്ട് എൻറ്റയർലി 1 ഡേ ഡിലേ ആവുന്ന ആക്ടിവിറ്റീസ് ആണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ സീറോ ഫ്ലോട്ട് ആക്ടിവിറ്റീസ് പറയും, ലോങ്സ്റ്റ് പാത്ത് ഇൻ ദ ഷെഡ്യൂൾ എന്നൊക്കെ പറയും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഡിലേ ആയി കഴിഞ്ഞാൽ എൻറ്റയർ പ്രൊജക്ട് 1 ഡേ ഡിലേ ആവും. അപ്പൊ അത്തരം ആക്ടിവിറ്റീസിനെ നമ്മൾ ടോപ്പ് മോസ്റ്റ് കെയറിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതെന്താണെന്നില്ല ആദ്യം തന്നെ അലർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബെനിഫിറ്റ് ആണ്. പ്രൊജക്ട് എവിടെയാ ഡിലേ ആവുന്നതെന്ന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ എക്സലിൽ കുറച്ച് ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ പഠിപ്പിക്കണം എന്തിനാ ചോദിച്ചാൽ, എനിക്ക് വേണമെങ്കിൽ പ്രൈമറി മാത്രം പഠിപ്പിച്ചാൽ മതി. പക്ഷെ നിങ്ങളൊരു പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് പോകണം. അപ്പോഴേ നിങ്ങൾക്ക് ഈ പഠിച്ചത് കൊണ്ട് ഒരു കാര്യം ഉണ്ടാവുള്ളൂ. വെറുതെ എൻ്റെ അടുത്ത് ഓരോ സ്റ്റുഡൻസ് വരാറുണ്ട്, ഞാൻ 24,000 കൊടുത്ത് കാഡ് സെന്റർ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതാണ് എന്നിട്ട് നമ്മളടുത്ത് ഭയങ്കര വന്നിട്ട് ഇത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് ഇത്രയും പൈസ വാങ്ങി പഠിപ്പിച്ച് കൊടുത്തിട്ട് നിങ്ങൾ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണില്ല, പിന്നെ എന്തിനാ പഠിച്ചത്? അങ്ങനെയാണ് നിങ്ങൾക്ക് ബിടെക് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് മതിയായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫിനിഷിംഗ് സ്കൂൾ പർപ്പസിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും അവർ ആ ഒരു പർപ്പസിലായിരിക്കണം സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ടത്. ഒരു വർക്കിംഗ് പ്രൊഫഷണൽ ആകുന്ന രീതിയിലാണ് അവർ പഠിപ്പിക്കേണ്ടത്. ആക്ച്വലി അത് അങ്ങനെ ആവണമെന്ന് വിചാരിച്ചിട്ടല്ലേ, അറിയാത്തത് കൊണ്ടോ അവർ പോവും, അവർ പൈസ കൊടുക്കും, പക്ഷെ അത് മറന്നു പോകും. ചില ആൾക്കാർ അത് യൂസ് ചെയ്യാതെ എന്തിനാ പഠിച്ചത് പോലും അറിയില്ല. അങ്ങനെയൊക്കെയാണ് ഈ പ്രൈമറി പഠിച്ചവരുണ്ട് നമ്മുടെ സ്റ്റുഡൻസിൽ. വെറുതെ പഠിച്ചതാണ്, എന്തിനാ പഠിച്ചതെന്ന് അറിയില്ല, എന്താണ് അതിന്റെ യൂസ് എന്നറിയില്ല. കാരണം വെച്ചാൽ പഠിപ്പിക്കുന്നവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആണ്, അവർ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ല. അവർ പ്ലാനിങ്ങിന്റെ ഒരു ഫീൽഡും ഒരു വർക്കും ഒരു ചലഞ്ചും ഒന്നും ഫേസ് ചെയ്യാത്ത, ഒരു പെയിനും അറിയാത്ത ആൾക്കാരാണ് ഈ സോഫ്റ്റ്വെയർ പഠിപ്പിക്കുന്നത്. അവരവിടെ കുറഞ്ഞ സാലറിക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അവരെന്താണ് പഠിപ്പിക്കുക? അവർക്ക് എന്താ അറിയാം പ്രൊജക്റ്റിനെ കുറിച്ച്? ഒന്നും അറിയില്ല. അത്തരം ആൾക്കാരാണ് അത് പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അവരടുത്തുനിന്ന് പഠിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എന്താ ഉണ്ടാകുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ നമ്മൾ പ്രൊജക്ട് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട്, അതുകൊണ്ട് എക്സലിലും കൂടി ഇതും കൂടി ഞാൻ എന്താക്കും, നിങ്ങൾ പറഞ്ഞ കോഴ്സിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. എക്സലില് കാര്യങ്ങളും എങ്ങനെ നമുക്കൊരു ട്രാക്കർ സെറ്റ് ചെയ്യാം, ഡെയിലി പ്രോഗ്രസ് റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാം, വീക്ക്ലി റിപ്പോർട്ടുകൾ എങ്ങനെ ഉണ്ടാക്കാം, പ്രൊജക്ട് ഒരു മന്ത്ലി റിപ്പോർട്ട് എങ്ങനെ ഉണ്ടാക്കാം, എസ് കർവ് എങ്ങനെ ഉണ്ടാക്കാം, കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് മാത്രമല്ല, എൻ്റെ പ്ലാനിങ് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് മൊത്തം ഇതിൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ലൈഫ് ടൈം കമ്മ്യൂണിറ്റി, ഇതൊരു കമ്മ്യൂണിറ്റി പോലെയാണ്. പ്ലാനേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും. അവിടെ നമ്മൾ പ്ലാനേഴ്സിന് മാത്രമായിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. അവിടെ ടെക്നിക്കൽ ഡിസ്കഷൻസും കാര്യങ്ങളും, കാരണം ഈ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് മാനേജ്മെന്റ് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. ഞാനെല്ലാം കംപ്ലീറ്റ് ആയ ആളല്ല, ഞാൻ സ്റ്റിൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു സീനിയർ ലെവലിൽ എത്തിയിട്ടുള്ളൂ. എനിക്ക് ഇനിയും പ്ലാനിംഗ് മാനേജർ ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും പഠിക്കണം, എനിക്ക് ഇനിയും എക്സ്പീരിയൻസ് വേണം. ഇത് ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല നല്ല ബെറ്റർ ആയിട്ടുള്ള സ്റ്റേജിൽ കൂടെ കടന്നു പോകാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്. ഓരോ വർഷം കഴിയുന്നതോറും നമ്മളെ പ്രൊഫൈല് നമ്മൾ പോലും അറിയാതെ ബിൽഡ് ആവും. നമ്മളെ സാലറി സ്കെയിൽ ആണെങ്കിലും കാര്യങ്ങളും നമ്മളെ സി വിയിൽ എനിക്ക് ഇത്ര വർഷം കാണിക്കാൻ പറ്റുമ്പോൾ തന്നെ നമുക്ക് എന്താകണം, നമ്മളെ പാക്കേജും കാര്യങ്ങളും റെസ്പെക്റ്റും ഒക്കെ നമുക്ക് ഒരു കൂടി വരും. വേറെ ഏത് പൊസിഷനിലും അങ്ങനെ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റിന്റെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പ് ഉണ്ടാവും. അതിൽ നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കൽ ഡിസ്കഷൻസും നെറ്റ്വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെക്കോർഡഡ് സെഷൻസ് കിട്ടും. നമ്മളെ ക്ലാസ്സിന്റെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്, ഇൻഡിവിജ്വൽ സെഷൻ ആണ്, ജോബ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, CV പ്രിപ്പറേഷനും ഇന്റർവ്യൂ ക്രാക്കിങ്ങിന് എൻ്റെ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് വിത്ത് പൂൾ ഓഫ്, ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പ്ലാനിങ്ങിൽ 1-2 ആൾക്കാർ മാത്രമാണ് ഇവിടെ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലെന്ന് മനസ്സിലാക്കണേ. അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ കുറെ പ്ലാനിങ് മാനേജേഴ്സ് ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. ക്ലൈം മാനേജ്മെന്റിലും എക്സ്റ്റൻഷൻ ഓഫ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഏരിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ഏരിയ എന്നൊക്കെ അവരെ സ്പെഷ്യലൈസ് ചെയ്ത എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവരെ കമ്പനിയിലൊക്കെ വേക്കൻസീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ വേക്കൻസികളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ റിയൽ പ്രൊജക്ടിന്റെ ഷെഡ്യൂൾ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏത് പ്രൊജക്റ്റ് ആണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കും. MEP പ്രൊജക്ട് ചെയ്യേണ്ടവർക്ക് അതിന്റെ മോഡൽ തരും. പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. കാരണം ഞാൻ ഡിഫറെന്റ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യും. ഓയിൽ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കൺസ്ട്രക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, റോഡ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈ എൻഡ് റെസിഡൻഷ്യൽ പ്രൊജക്ട്സിലാണ്. അപ്പോൾ ഏത് ടൈപ്പ് പ്രൊജക്റ്റ് ആണെങ്കിലും നമ്മുടെ അടുത്തുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്ത് നോക്കാം, എല്ലാം പഠിക്കാം. നിങ്ങൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ
പിന്നെ ഇത് ഒരു സ്പൂൺ ഫീഡിങ് പോലെ നിങ്ങൾ കരുതരുത്. കാരണം ഇതിലുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം. അപ്പൊ നമ്മളെ സ്റ്റുഡൻസ്, പ്ലേസ്ഡ് ആയ സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച് പഠിച്ചിട്ട് അവരായിട്ട് ഒരു ഇനീഷ്യേഷൻ എടുക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഡേ 1 മുതൽ അവർ പഠിച്ചെടുക്കുന്ന അവസാനം വരെ ഞാൻ അവരെ കൂടെ ഓരോ കാര്യത്തിനും അവരുടെ ഡൗട്ടിനും ക്ലാരിഫിക്കേഷൻ ഒക്കെ. അപ്പൊ മാക്സിമം നിങ്ങളൊരു എയിം വെച്ചിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ടാർഗറ്റിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പറഞ്ഞു തരാൻ പറ്റും. അപ്പം അതിലേക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് സിൻസിയർ ആയിട്ട് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഏത് റോളിൽ പ്ലാനിങ്ങിലോട്ടോ അല്ലെങ്കിൽ പ്രൊജക്ട് മാനേജ്മെന്റിലോട്ടോ. ഇത് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി ഒന്നും കൂടി പറയാണ്. കാരണം ഈ ഒരു പ്രശ്നം ആർക്കും വിചാരിക്കേണ്ട. ക്യാൻ ട്രാൻസ്ഫോം ഈസിലി ഫ്രം വൺ റോൾ ടു പ്ലാനിങ് ഓർ പ്രൊജക്ട് മാനേജ്മെന്റ് വിത്തൗട്ട് ഇഷ്യൂ ഓഫ് ഇയർ ഗ്യാപ്പ് ഓർ ഇറലവന്റ് എക്സ്പീരിയൻസ്. നമ്മൾ ഒരു വർക്ക് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മളെ ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ട്രെയിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. ഓക്കെ, ട്രെയിനിങ്ങിൽ കൂടെ തന്നെ നിങ്ങൾ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. എന്തൊക്കെ പ്രൊജക്റ്റിൽ നടക്കണമെന്ന് അറിയണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരുമ്പോൾ തന്നെ നിങ്ങളെ ഇയർ ഓഫ് ഗ്യാപ്പോ മറ്റേ ഫീൽഡിലെ എക്സ്പീരിയൻസോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ പ്ലാനിങ്ങിന്റെ രീതിയിൽ പറയാനും ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യണം. അതിന് നിങ്ങളും കൂടി എഫേർട്ട് ഇടണം. പിന്നെ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്, വീഡിയോസ്, സെഷൻസും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ എക്സ്ട്രാ കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. ട്രെയിനിങ് മൊഡ്യൂൾസ് വരുന്നത് ഇപ്പോൾ നമുക്ക് പ്രൈമറിയും MS പ്രൊജക്ട് എക്സൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്കൊരു 15 ഡേയ്സും പ്രൈമറി പഠിക്കാനും MS പ്രൊജക്ട് പഠിക്കാൻ ഒരു 1 വീക്കും പിന്നെ എക്സലൊക്കെ കൂടി 20-25 ഡേയ്സ് മാക്സിമം. അതിൽ നിങ്ങൾക്ക് പ്രൈമറി മാത്രം പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 10 to 15 ഡേയ്സ് ആണ് വരിക. പ്രൈമറി MS പ്രൊജക്റ്റും കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 20 ഡേയ്സിന്റെ ഉള്ളിൽ പഠിച്ചു തീർക്കാം. അതുപോലെ ഒരു എക്സലിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി ബേസിക് കൂടി പഠിക്കാൻ 25 ഡേയ്സ് മാക്സിമം. അത് കൂടുതൽ എഫേർട്ട് എടുക്കുന്നവർക്ക് 15 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനും പറ്റും. പഠിച്ചെടുത്തവരുണ്ട്. ഓക്കെ, നമ്മളെ സ്റ്റുഡൻസ് ഇപ്പോൾ കഴിഞ്ഞ മാസം പ്ലേസ്ഡ് ആയിട്ടായിരുന്നു. ആർക്കും തന്നെ പ്ലാനിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അവര് പഠിച്ച് ഇതേ പറഞ്ഞ പോലെ പ്രോസസ്സിലൂടെ പോയിട്ടാണ് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് ഇപ്പോൾ അവർ സേഫ് ആയിട്ട് അവർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അവർ ഓരോ സ്റ്റേജിൽ കൂടെ കടന്നു പോകും. ഷെഡ്യൂളർ, ഏരിയ പ്ലാനർ. ഇപ്പോൾ ഏരിയ പ്ലാനർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അധികം എല്ലാവരും. ഒരാൾ പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അവിടെ നിന്നിട്ട് പ്ലാനിങ്, സീനിയർ പ്ലാനിങ്, ലീഡ് പ്ലാനർ, പ്ലാനിങ് മാനേജർ എന്നുള്ള രീതിയിൽ, പ്രൊജക്ട് മാനേജർ എന്നുള്ള രീതിയിൽ അവർ തന്നെ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ്ങിനെ കുറിച്ച് കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മളെ കോഴ്സിന്റെ ടൈമിങ് അത് ഷെഡ്യൂളൊക്കെ എങ്ങനെയായിരിക്കും? പിന്നെ അതേപോലെ തന്നെ ഇത് വരുന്നത് ഇപ്പൊ നമ്മൾ ആദ്യം വെച്ചിരുന്നത് ലൈവ് സെഷൻ ആയിരുന്നു. ലൈവ് സെഷൻ ഇപ്പൊ ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരു ബുദ്ധിമുട്ട് വെച്ചാൽ എല്ലാവരും ഡൗട്ടും ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും, ഓരോരോ സമയം പോകും. പിന്നെ എല്ലാവരും വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പം അവർക്കൊക്കെ ഇൻഡിവിജ്വലി ആണ് കൊടുക്കുക നല്ലത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ എല്ലാവർക്കും ഇൻഡിവിജ്വലി ആണ്, ഗ്രൂപ്പായിട്ടല്ല നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഡേ 1 മുതൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷന്റെ അന്ന് മുതൽ ഞാൻ ഗൈഡ് ചെയ്യും. പിന്നെ ഏൺ വാല്യൂ മാനേജ്മെന്റ് വരെ, അതിന്റെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കാണ് കോസ്റ്റ് കൺട്രോളിങ്. അതുവരെ ഞാൻ ഓരോ രീതിയിൽ ഓരോന്ന് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് ഡേ 1, ഡേ 2, ഡേ 3 അങ്ങനെ പോയി കഴിഞ്ഞാൽ 15 ദിവസം ഫ്ലെക്സിബിൾ നിങ്ങൾക്ക് ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ട്രെയിനിങ് ചെയ്യേണ്ടത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. ആ റെക്കോർഡഡ് വീഡിയോസ് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടി വരിക ഓരോ ടോപ്പിക്കും. കാരണം സോഫ്റ്റ്വെയർ ട്രെയിനിങ് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. പ്രൈമറിക്ക് അകത്ത് ചെയ്ത് നോക്കണം. WBS എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഡ്യൂറേഷൻ എങ്ങനെയാണ് കൊടുക്കുക, ഷെഡ്യൂളിങ് എങ്ങനെ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോരോ ദിവസത്തെ ടോപ്പിക്കിൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിന്റെ നോട്ട്സും നിങ്ങൾക്ക് തരും. ആ നോട്ട്സും നിങ്ങൾക്ക് ഉണ്ടാവും ഓരോ ക്ലാസ്സിൽ. അത് ഞാൻ വെരിഫൈ ചെയ്യും. ഓരോ ടോപ്പിക്കും നിങ്ങൾ ഓരോ സ്റ്റാറ്റസ് വെരിഫൈ ചെയ്ത് ഓക്കെ ആണെങ്കിലേ നിങ്ങൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോവുള്ളൂ. അവിടുന്ന് ഓക്കെ ആണെങ്കിലേ അടുത്ത 3ാമത്തെ സെഷനിലേക്ക് പോവുള്ളൂ. അങ്ങനെയാണ് ഇതിന്റെ സെഷൻ ഓരോന്നും കംപ്ലീറ്റ് ചെയ്തിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ടൈമിൽ നിങ്ങൾ ഫ്രീ ഉള്ള ടൈമിൽ
ഇനി ഇൻ കേസ് ഒന്ന് തീർക്കാൻ പറ്റിയില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവില്ല. നിങ്ങളെ സംബന്ധിച്ച് ക്ലാസ് മിസ്സായതുകൊണ്ട് കണ്ടിന്യൂറ്റി പോകുന്ന ഒരു പ്രശ്നമല്ല. ചില ആൾക്കാർക്ക് ചില ദിവസം ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഗ്രൂപ്പായിട്ട് വെക്കുമ്പോൾ എന്താ വെച്ചാൽ നെക്സ്റ്റ് സെഷനിൽ വരുമ്പോൾ അവർക്ക് ഐഡിയ ഉണ്ടാവില്ല കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിപ്പിച്ചത്. കാരണം ഇതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് പഠിക്കേണ്ട സംഗതിയാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം. ഇടയ്ക്ക് മിസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഫ്ലോ പോകും. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ എത്ര എഫേർട്ട് എടുത്ത് ചെയ്യുന്നോ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നോ, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തീർക്കാം, അത്രയും സ്മൂത്ത് ആയിട്ട് തീർക്കാം, അത്രയും പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് തീർക്കാം. നിങ്ങൾ കൂടി എഫേർട്ട് ഇടണം. മനസ്സിലായോ? ഞാൻ ഇടുന്നതിന്റെ ഒരു 2 ഇരട്ടിയെങ്കിലും എഫേർട്ട് നിങ്ങൾ ഇടണം. കാരണം അത് നിങ്ങളെ ആവശ്യമാണ്. നിങ്ങൾക്ക് എന്താ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം എന്നോട് ചോദിക്കാം. ഞാൻ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളിലും. കാരണം നിങ്ങളെ പ്രശ്നങ്ങൾ എനിക്കറിയാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കരിയർ സ്വിച്ച് ചെയ്യാനോ, കാരണം എല്ലാവർക്കും എന്നെ പേഴ്സണലി വിളിച്ച് പറയുന്നതാണ് ഓരോ പ്രശ്നം. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യും. നിങ്ങളെടുത്തുനിന്നും കൂടി ഒരു പക്കാ സ്പൂൺ ഫീഡിങ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ കുറച്ചും കൂടി മെച്ചുവർ ആയിട്ട്, കാരണം അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരാണല്ലോ, 3 ഇയേഴ്സ് മിനിമം എക്സ്പീരിയൻസ് ഉള്ളവരാണ് ഇതിലില്ല എല്ലാവരും. അപ്പോൾ കുറച്ചും കൂടി സിൻസിയർ ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത് പൊതുവായിട്ട് എല്ലാവരോടും കൂടി പറഞ്ഞു. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും മെയിൻ്റനൻസ് ആണ്. ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് മെയിൻ്റനൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ പ്ലാനിങ്ങില് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കൂടുതലും ഞാൻ നോക്കുന്നത് മെയിൻ്റനൻസ് പ്ലാനിങ് ആണ്, ഷെഡ്യൂള് അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലും നോക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയതായുള്ള ട്രെയിനിങ് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള പ്ലാനേഴ്സ് ചെയ്യുന്നത് നമ്മൾ ഡെയിലി ഉള്ള. അതെ, ഇപ്പൊ പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ്റനൻസ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട്, മെയിൻ്റനൻസ് പ്ലാനിങ് അതായത് മെയിൻ്റനൻസ് ആക്ടിവിറ്റീസ്. ഇപ്പൊ ഈ ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്റ്റിലൊക്കെ ഈ പറഞ്ഞ പോലെ ഷട്ട് ഡൗൺ പ്രൊജക്ടുകൾ വരും. അതായത് ഓപ്പറേഷൻ പ്ലാന്റുകളെ മെയിൻ്റനൻസ് ചെയ്യണം എല്ലാ വർഷവും 2-3 പ്രാവശ്യമായിട്ടൊക്കെ ഉണ്ടാവും. പിന്നെ യൂണിറ്റ് ഷട്ട് ഡൗൺ ഉണ്ടാവും. അതായത് പിന്നെ ഡെയിലിയുള്ള PMs ഇവിടെ കൂടുതലും അങ്ങനെ ഇപ്പൊ ഡെയിലിയുള്ള PMs ഷെഡ്യൂൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതെ, അപ്പൊ 20-25 ഡേയ്സ് 3 മന്തിനൊക്കെ ഇവിടുന്ന് ഹയർ ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ടുപോയതിനു ശേഷം അവിടുന്ന് സെലക്ട് ചെയ്ത് സ്കില്ലും കാര്യങ്ങളും കണ്ടാൽ അവിടെ പെർമനന്റ് ആയിട്ട് പ്ലേസ് ആക്കും. അപ്പൊ കാരണം എന്താ വെച്ചാൽ എൻ്റെ ത്രൂ ഔട്ട് ഇയർ അവർക്ക് യൂണിറ്റ് ഷട്ട് ഡൗണുകൾ ഉണ്ടാവും. വീക്ക്ലി നല്ല രീതിയിൽ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റനൻസുകൾ ഉണ്ടാവും, മെയിൻ്റനൻസ് പ്ലാൻ. അപ്പൊ അവിടെ ഒരാൾ വേണ്ടി വരും. അങ്ങനെ അത് ഷോർട്ട് ടൈമിന് പോകുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ലോങ് ടേമിലോട്ട് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് സെറ്റിൽ ചെയ്യാൻ പറ്റും ലൈഫ്. എല്ലാ ആൾക്കാരും ചോദിക്കലുണ്ട് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഇല്ലാതെ പ്ലാനിങ്ങിലേക്ക് മാറാൻ. ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് അതിൽ അത്ര ആൾക്കാരോട്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ഞാൻ പറയല്, ഈ 1 ഇയർ 2 ഇയർ ഒക്കെ ഉള്ള ആൾക്കാരോട് പറയല് ഞാൻ എന്താ വെച്ചാൽ, നിങ്ങൾ ഏരിയ പ്ലാനർ ആയിട്ട് കയറുക. ഷെഡ്യൂളർ ആയിട്ട് കുറഞ്ഞ സാലറിക്കാണെങ്കിലും ഒരു 4000-5000 ദിർഹമൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം, ലോങ് ടേമിലേക്ക് അത് സ്കില്ലായിട്ട് കയറുക. സ്കിൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം പെർഫെക്റ്റ് ആയിട്ട് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോങ് ടേം ഇതിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. കമ്പനീന്റെ ലോങ് ടേം സ്റ്റാഫ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം ഉടനെ. ലോങ് ടേം ആയിട്ട് കിട്ടിയാൽ ഇപ്പൊ ഞാനിപ്പോ നിലവിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ നിലവിൽ ഇവിടുത്തെ പെർമനന്റ് സ്റ്റാഫാണ്. അപ്പൊ എനിക്ക് എന്റെ പൊസിഷൻ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എനിക്ക് പ്ലാനിങ്ങിലേക്ക് മാറാൻ വേണ്ടിയാണ്. പക്ഷെ എനിക്ക് പ്ലാനിങ് സംബന്ധമായ ഒരു കാര്യങ്ങളും അറിയത്തില്ല. അതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ ട്രെയിനിങ്ങിന് വന്നത്. ട്രെയിനിങ്ങും കാര്യങ്ങളും സ്കില്ലും കാര്യങ്ങളും കറക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ വർക്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അതിൽ തന്നെ സാലറി ഹൈക്കും കാര്യങ്ങളും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാൻ ഇവര് ഉപയോഗിച്ചുണ്ടാക്കുന്ന SAP ആണ്. ഇവർ SAP ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എക്സലും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പ്രൈമറി ഷെഡ്യൂളിംഗ് ഒക്കെ എങ്ങനെ ചെയ്യുന്നത്? എനിക്ക് പക്ഷെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഷെഡ്യൂൾ ഇവര് കൂടുതലും SAP ആണ് ഫോക്കസ് ചെയ്യുന്നത്. SAP തന്നെയാണ് എല്ലാം. പിന്നെ എക്സലിലാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവര് എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും. പ്ലാനിങ്ങിന്റെ എന്താണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് വേറെ ഉണ്ടാവും. SAP ഒരു ERP സോഫ്റ്റ്വെയർ, അത് വേറെ പർപ്പസ് അല്ല. പ്ലാനിങ് സെക്ഷൻ, പ്ലാനിങ്ങിന്റെ ആകെ ഒരു 4 പേരേ ഉള്ളൂ. മെയിൻ്റനൻസ് പ്ലാനർ ആയിട്ട് 4 പേരേ ഉള്ളൂ. അപ്പം അവര് ഓരോരുത്തരും മെക്കാനിക്കല്, ഇലക്ട്രിക്കൽ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് എടുക്കണം ആദ്യം നമ്മളെ സംബന്ധിച്ചിട്ട്. ഒരു പ്ലസ് ആയിരിക്കും എപ്പോഴും. മെയിൻ്റനൻസ് പ്ലാനിങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ മെയിൻ്റനൻസ് പ്ലാനർ ആയിട്ടാണ് വർക്ക് ചെയ്തത് ഒമാനില് 6 ഇയേഴ്സ്. ഞാനിപ്പോ ഒമാനിലാണ്, സലാലയാണ്.
പറഞ്ഞോളൂ. കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെ വരുന്നത്? കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ നമുക്ക് വരുന്നത് പറഞ്ഞില്ലേ, പ്ലാനിംഗ് എഞ്ചിനീയർ പ്രൈമറി വരുന്നത് 14,999 ആണ് വരുന്നത്. അതായത് മറ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ 24,000 വാങ്ങുന്ന ഫീ ആണ് നമ്മൾ വെറും 14,999 ആണ് നമ്മളെ ഫീ വരുന്നത്. ഇനി MS പ്രൊജക്ട് കാര്യങ്ങളും കൂടി വരുമ്പോൾ 18,999 ആണ് വരുന്നത്. അതിൽ MS പ്രൊജക്റ്റും പ്രൈമറിയും കാര്യങ്ങളും പഠിപ്പിക്കും. അതേപോലെ എക്സെല് പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നില്ല, എക്സെല്ലും നമുക്ക് വേണ്ട റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും അതിന്റെ കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് പഠിപ്പിച്ച് തരുന്നു. കാരണം അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കുറച്ച് കാര്യങ്ങൾ. ഈ സർട്ടിഫിക്കറ്റ് ഇല്ലേ, അത് പഠിച്ചു കഴിഞ്ഞവർക്ക് സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും. ഏതെങ്കിലും ഇന്റർനാഷണൽ ഇതിനായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണോ? അത് എങ്ങനെയാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ്, നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് തരാം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ബിടെക്കിനെ പോലെ ഉള്ള സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ആരും കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്. ബിടെക്കിനോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനാണ് നമുക്ക് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളെ പ്രൊഫഷണൽ ഡിഗ്രിക്കൊക്കെ വേണ്ടത്. അതായത് പ്രൊഫഷണൽ അറ്റസ്റ്റേഷനും കാര്യങ്ങൾക്ക് വേണ്ടത് നമ്മളെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്. മറ്റേതെല്ലാം സ്കിൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് സ്കില്ലാണ് അത്. സ്കിൽ സർട്ടിഫിക്കറ്റ് ഒരിക്കലും അഫിലിയേഷൻ അല്ല ആവശ്യം. നിങ്ങൾക്ക് സ്കില്ലാണ് വേണ്ടത്. ഇപ്പൊ നല്ല കളർ അടിച്ചിട്ടില്ല നല്ല സർട്ടിഫിക്കറ്റ് നിങ്ങളെ കയ്യിൽ ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പണി അറിയില്ല, സ്കില്ല് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിനോട് ഒരു കാര്യമില്ല. മനസ്സിലായോ? ക്ലിയർ ആണ്, കാര്യങ്ങൾ ക്ലിയർ ആണ്. ഹലോ ഹലോ ഹലോ. പിന്നെ നമ്മൾ ഇപ്പൊ ക്ലാസ് നമ്മുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇത്ര ഇപ്പൊ 25 ഡേയ്സ് എന്ന് പറഞ്ഞല്ലോ. അത് ഇപ്പൊ നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് നമുക്ക് മേ ബി സ്കിപ്പ് ആവാനും മിസ് ആവാനൊക്കെ ചാൻസ്. ഇതിനു മുമ്പും പല ഓൺലൈൻ കോഴ്സുകൾ ഇതുപോലെ ചെയ്തിട്ടൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടൊന്നുമില്ല. പലതും പഴപ്പതിക്ക് വിട്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് റെഗുലർലി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഉള്ളിടത്തോളം കാലം നമ്മൾക്കത് അതാ അങ്ങനെ തന്നെയല്ലേ? നോ പ്രോബ്ലം. നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്ര വൈകിയാലും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റും, നിങ്ങളൊന്ന് എഫേർട്ട് ഇട്ടാല്. അല്ല, അത് നമ്മൾ അതിന് റെഡിയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള നിങ്ങൾ ഫസ്റ്റ് ഡേ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു, പക്ഷെ പിന്നെ 2 ഡേ 1 ഡേ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് 2 ഡേയ്സ് നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ 3rd ഡേ കണ്ടിന്യൂ ചെയ്താൽ മതി. 4th ഡേ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, 5th ഡേ കണ്ടിന്യൂ ചെയ്താൽ മതി. 6th ഡേ അപ്പൊ അതെല്ലാം റെക്കോർഡിംഗ് ക്ലാസ് ആയിരിക്കും എല്ലാം, അല്ലെങ്കിൽ അത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞത് ഒരു 25 ഡേയ്സ്. ഓക്കെ ഫ്ലെക്സിബിൾ ആണ് അല്ലേ? ഫ്ലെക്സിബിൾ ആണ്. റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. ആ റെക്കോർഡ് സെഷൻ നോക്കി നിങ്ങൾ അസൈൻമെന്റ് ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത് എനിക്ക് പറയാൻ പറ്റും, നിങ്ങൾക്ക് പറയാൻ പറ്റും. മനസ്സിലായി. ഓക്കെ ക്ലിയർ. അതേപോലെ ഇതിന്റെ സോഫ്റ്റ്വെയർസ് നമുക്ക് എങ്ങനെ അവൈലബിൾ ആവാ? സോഫ്റ്റ്വെയർസ് നിങ്ങൾക്ക് അയച്ചു തരും. അതിന്റെ ഇൻസ്റ്റാളേഷൻ ലിങ്ക്, അതിന്റെ ഗൈഡ്, അത് നോക്കിയിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പ്രൈമറിന്റെ MS പ്രൊജക്ടിന്റെയും ഫയൽ നമ്മൾ അയച്ചു തരും, ഇൻസ്റ്റാൾ ചെയ്ത് തരും. നിങ്ങൾക്ക് നിങ്ങളെ ഈ കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സാർ എനിക്കൊരു ഡൗട്ടാ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ 7 വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു കരിയർ സ്വിച്ച് അല്ലെങ്കിൽ ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ടിങ് മുതൽ സൈറ്റിലായിരുന്നു. ഒരു കരിയർ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്ലാനിങ്ങിലേക്ക് വന്നത്. ഇപ്പൊ സൈറ്റ് പ്ലാനിങ്ങിലാണ്. അപ്പൊ എനിക്കിപ്പോ അബ്രോഡിലോട്ടൊക്കെ ഒരു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ ഈ ആസ് എ പ്ലാനിങ് എഞ്ചിനീയർ നമ്മൾ അബ്രോഡ് നോക്കുമ്പോൾ അപ്പം GCCയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും ഇതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്? ഞാനൊരു സൈറ്റ് എഞ്ചിനീയർ നമ്മൾ ഈ യൂറോപ്പിലൊക്കെ നോക്കുമ്പോൾ അവിടെ എന്താന്ന് വെച്ചാല് നമ്മൾക്ക് കാർഡൊക്കെ വേണ്ടി വരും. ഇപ്പൊ UK അവിടെ വർക്ക് കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിന് ഒരു കാർഡ് വേണം. അവിടുത്തെ ഒരു കാർഡ് വേണം, എന്നാലേ നമുക്ക് ജോബിനെ പറ്റുള്ളൂ. ഓസ്ട്രേലിയയിലും അങ്ങനെ തന്നെയാണ്. ഒരു സേഫ്റ്റിന്റെ ഒരു കാർഡൊക്കെ വേണ്ടി വരും. അപ്പൊ പ്ലാനിങ് എഞ്ചിനീയറെ അനുബന്ധിച്ചിടത്തോളം നമുക്ക് അബ്രോഡും യൂറോപ്യൻ കൺട്രിയിലൊക്കെ അതിന്റെ സ്കോപ്പ് എങ്ങനെയാ? എസ്പെഷ്യലി ഓസ്ട്രേലിയയില് പുള്ളി എന്റെ കൂടെ ഒമാനിലുണ്ടായിരുന്നു.
അവിടെ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലാനിങ്ങും പ്രൈമേര എന്ന് പറഞ്ഞ സ്കില്ലാണ്. മുമ്പ് അവിടെ പോയി PR ആയിട്ടാണ് പോയത്. അവിടെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയർ ആയിട്ടാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അവിടെ തന്നെ ഈ പ്ലാനിങ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. GCC പോലെ തന്നെ ഓസ്ട്രേലിയയിലും പ്ലാനിങ് എഞ്ചിനീയർ എന്നുള്ളൊരു വേക്കൻസി. അതിന് ഇത്ര മണിക്കൂറിന് ഇത്ര ഭയങ്കര പൈസയാണ് അതിന് ഓസ്ട്രേലിയൻ ഡോളറിൽ. അപ്പം അവൻ എന്നെ വിളിച്ചിട്ട് അവർക്ക് പ്രൈമേര പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രൈമേര പഠിക്കുകയാണ്. അതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും വേണ്ട, സ്കില്ലാണത്. പ്രൈമേര അറിഞ്ഞാൽ മതി. ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ചോദിക്കുന്ന സ്കില്ല് അറിയോ, ഷെഡ്യൂൾ ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ടെസ്റ്റ് GCCയിലൊക്കെ ടെസ്റ്റ് ചെയ്യിപ്പിക്കലുണ്ട്. ഒരു പ്രൊജക്റ്റ് എന്നിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് സ്കില്ലാണ്. ആ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ തന്നെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. അവർക്ക് വേണ്ടത് സ്കില്ലാണ്. ഇത് വർക്ക് ചെയ്യാനുള്ള ആളാണ്. നിങ്ങളുടെ അടുത്ത് സർട്ടിഫിക്കറ്റോ കാർഡോ കാര്യങ്ങളും ഓസ്ട്രേലിയയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർക്ക് ഈ പറഞ്ഞ പോലെക്കില്ല പ്ലാനിങ്ങിനായിട്ട് ഒരു കാർഡ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ. പിന്നെ ഇപ്പം നമ്മുടെ GCCയിലൊക്കെ ആകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് പ്ലാനിങ്ങിലോട്ട് എസ്പെഷ്യലി ഈ റോഡ് പ്രൊജക്ട്, മെട്രോ പ്രൊജക്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ സ്കോപ്പ് ഉണ്ടോ? എവിടെ? GCCയിലോ? അതെ. GCCയിൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വർക്കിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ് കാര്യങ്ങൾ നടക്കുമ്പോൾ അവിടെയൊക്കെ ആവശ്യമുണ്ടല്ലോ. ദുബായിലൊക്കെ എത്ര എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ സൗദിയിൽ നിയോം പ്രൊജക്ട് ഇല്ലേ, നിയോം പ്രൊജക്ടിനൊക്കെ ഭയങ്കര ഡിമാൻഡാണെന്നാ കേട്ടത്. 18,000-20,000 റിയാലൊക്കെയാണ് പ്ലാനിങ് എഞ്ചിനീയേഴ്സിന്റെ സാലറി എന്നാണ് ഇപ്പൊ എന്റെ ഒരു റിലേറ്റീവ് അവിടെ ഉണ്ട്, വർക്ക് ഉണ്ട് ആ പ്രൊജക്ടില്. 18,000 മുതൽ 20,000 സൗദി റിയാലാണ് പ്ലാനിങ് എഞ്ചിനീയേഴ്സിന്റെ സാലറി എന്ന് പറഞ്ഞല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം ഇന്ത്യയിലാണ്. എനിക്ക് ഇന്ത്യയിലെ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാൻ അത് പറ്റുമോ? അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് എടുക്കാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ആ ലൈസൻസ് അവിടെ എടുക്കാത്തത്? കാരണം കൾച്ചർ, ഇന്ത്യന്റെ ഡ്രൈവിംഗ് ലൈസൻസും അവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസും അവിടുത്തെ റോഡും വ്യത്യാസമുണ്ട്. അപ്പോ അവിടെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ, ഒന്നും കൂടി പ്രൊജക്ടുകളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ പ്രൊജക്ട് എക്സ്പീരിയൻസ്, ഇപ്പം ഇവിടെ എത്ര ആൾക്കാർ പ്രൊജക്ട് ഷെഡ്യൂൾ അനുസരിച്ചിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ? എത്ര ആൾക്കാർ പ്രൈമേര ഉപയോഗിച്ചിട്ട് ഒരു പ്രൊജക്ടിന് ഷെഡ്യൂൾ ഉണ്ടാക്കുന്നുണ്ട്? ഈ 4 ഫേസസ് ഞാൻ പറഞ്ഞല്ലോ, 4 ഫേസസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന എത്ര പ്രൊജക്ട് ഉണ്ട് നമ്മുടെ നാട്ടില്? ഒന്നുമില്ല. നമ്മള് ഒക്കെ അധികം അങ്ങനെ പ്രൊജക്ടുകൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഹയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്ര ഒരു പ്രൊജക്റ്റിൽ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവര് ഇന്ത്യയിലുള്ള എക്സ്പീരിയൻസ് പ്രിഫർ ചെയ്യാത്തതും അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എന്താ കാര്യം? നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആ പ്രൊജക്റ്റിനെ മനസ്സിലാക്കണം. ഇന്നെ ഫേസുകൾ ഉണ്ട്, പ്രൈമേര പഠിക്കണം, ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പഠിക്കണം, അത് മോണിറ്റർ ചെയ്യാൻ പഠിക്കണം. എന്തൊക്കെയാണ് അവിടെ വേണ്ട റിക്വയർമെന്റുകൾ? ഞാൻ പറഞ്ഞല്ലോ, പ്ലാനിങ് പ്രൊസീജിയർ എങ്ങനെ പ്ലാനിങ് ചെയ്യണമെന്ന് ഗൈഡ് ലൈൻ ഉണ്ട്, റിട്ടൺ ഗൈഡ് ലൈൻ ഉണ്ട്. ഓരോ അഡ്നോക്കിനാണെങ്കിലും, അഡ്നോക്ക് പറഞ്ഞാൽ ദുബായിലെ ക്ലയന്റ് അഡ്നോക്ക്, സൗദി അറാംകോ അവിടുത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി സൗദി അറാംകോ, അതേപോലെ ഖത്തർ ഗ്യാസ്, ഇവർക്കൊക്കെ റിട്ടൺ ഗൈഡ് ലൈൻ ഉണ്ട്. ഓരോ പ്രൊജക്റ്റും, ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്, റോഡ് പ്രൊജക്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രൊജക്ട്, ഏത് പ്രൊജക്ട് ആണെങ്കിലും അവിടെ പ്ലാനിങ് എന്ന് എങ്ങനെ നടക്കണം എന്നുള്ള റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ട്. ആ ഗൈഡ് ലൈനിനനുസരിച്ചിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈവൻ അതിലും മൈക്രോ ലെവലായിട്ട് വരെ ഗൈഡ് ലൈൻ ഉണ്ട്. ആക്ടിവിറ്റി കോഡ്, ആക്ടിവിറ്റി ID എങ്ങനെ കൊടുക്കണം, ആക്ടിവിറ്റി എങ്ങനെ എഴുതണം എന്നുള്ളത് വരെ അതിൽ ഗൈഡ് ലൈൻ ഉണ്ട്. അപ്പൊ അത്രത്തോളം പ്രൊഫഷണലിസം അവിടെ വേണം. അത് നിങ്ങൾ ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ ആ ഗ്യാപ്പ് നിങ്ങൾ എന്താക്കുക, അങ്ങനെ ചെയ്ത് സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ഈ 7 ഇയർ നല്ല പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തെന്നുള്ള രീതിയിൽ പറയാ. അപ്പൊ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചോദിക്കും, പ്ലാനിങ് അറിയോ, പ്രൈമേര അറിയോ, എന്താണ് ക്രിട്ടിക്കൽ പാത്ത്, എന്തെങ്ങനെയാണ് റിസോഴ്സ് എസ് കർവ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വർക്ക് ചെയ്ത പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പ്രൊജക്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ട്രെയിനിങ് എടുത്തിട്ട് നിങ്ങൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങളൊരു ക്വാളിറ്റി ഇല്ല ഒരു പ്രൊജക്റ്റിലാണ് വർക്ക് ചെയ്തതെന്ന് HR മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടാൻ ചാൻസ് കൂടും. അല്ലാതെ നമ്മൾ 8, 10, 15, 20 വർഷം നമ്മുടെ നാട്ടിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്കില്ലൊന്നും അറിയാതെ നമ്മൾ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ പിന്നെന്താ ഉണ്ടാകാൻ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ കുറച്ച് സ്കിൽ ട്രെയിനിങ് ചെയ്യണം, കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് സ്കിൽ ട്രെയിനിങ് ചെയ്ത്
കാര്യങ്ങളൊക്കെ അവിടുത്തെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കണം. GCCയിൽ എങ്ങനെയാണ് പ്രൊജക്റ്റ് കാര്യങ്ങൾ, അപ്പം അവിടെ എന്തൊക്കെയാണ് റിക്വയർമെന്റ്, അതിനനുസരിച്ച് നമ്മൾ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. അതാണ് ഈ പ്രൈമറിയൊക്കെ നമ്മൾ പഠിക്കുന്നത്. ഈ പ്രൈമറി പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. GCCയിലാണെങ്കിലും ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രൊജക്ട് മാനേജ്മെന്റ് ടൂളാണ് പ്രൈമവേര MS പ്രൊജക്ട് എന്നൊക്കെ പറഞ്ഞാൽ. ഇത്തരം സോഫ്റ്റ്വെയർസ് ആണ് അവിടെ പ്രൊജക്ട് മാനേജ്മെന്റിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ സ്കില്ല് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണം. എന്നാലേ നിങ്ങൾക്ക് പ്ലാനിങ് എഞ്ചിനീയർ ആയിട്ട് പോകാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ഏത് പൊസിഷനിൽ നിൽക്കുകയാണെങ്കിലും സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ, ഇനി പ്രൊജക്ട് മാനേജ്മെന്റ് റോളിലേക്ക് പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് മസ്റ്റായിട്ട് വേണം. അപ്പോൾ അത് ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ഒരു അസറ്റ് ആയിരിക്കും. ഓക്കെ, അണ്ടർസ്റ്റുഡ്. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പം പ്ലാനിങ്ങില് നമ്മളിപ്പോ ഈവൻ ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ കോസ്റ്റ് എസ്റ്റിമേഷൻ ആണെങ്കിലും റിസോഴ്സ് അലൊക്കേഷൻ ആണെങ്കിലും എന്തായാലും ഇന്ത്യയില് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ വേറെ ഇന്ത്യയില് സ്റ്റൈലും അവിടുത്തെ അവൈലബിൾ മെറ്റീരിയൽസും ഒക്കെ. അപ്പൊ അതെനിക്ക് ഒരു ഡൗട്ട് ഇതാണ്, കാരണം ഞാനിപ്പോ എനിക്ക് എക്സ്പീരിയൻസ് മൊത്തം ഇന്ത്യയിലാണുള്ളത്. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ കരിയർ ട്രെയിനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ ഗ്യാപ്പ് ഫില്ലാവും. ഓക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് അതിന്റെ ഗ്യാപ്പ് ഫില്ലാക്കാം, നോ പ്രോബ്ലം. ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതേപോലെ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ബാച്ച് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, എപ്പോഴത്തേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, ഇത് ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ഇന്ന് തുടങ്ങണമെന്ന് ഇന്ന് നമ്മൾ പറഞ്ഞിരുന്നു, എക്സ്ക്ലൂസീവ് ആയിട്ട് പറഞ്ഞതാണ്. ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഈ പറഞ്ഞ ഓഫറിൽ നിങ്ങൾക്ക് ഇപ്പം മുതൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആരെ ഇൻട്രസ്റ്റഡ് ഇല്ലത് എന്നുള്ളത് പറഞ്ഞാൽ എൻറോൾമെന്റ് ഫോം അയച്ചു തരും. അതിനുശേഷം പേയ്മെന്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഫയൽ അയച്ചു തരും. പ്രൈമവേര വെച്ച് തുടങ്ങും. അത് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ MS പ്രൊജക്റ്റ് എടുക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ടോപ്പിക് ആയിരിക്കും. Day 1 മുതൽ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ഒരു 1 day എടുക്കും. നമ്മൾ ഒറാക്കിളിന്റെ സൈറ്റിൽ തന്നെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്. ക്രാക്ഡ് വേർഷൻ അല്ല, അവർ തന്നെ ഫ്രീ വേർഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു വെരിഫിക്കേഷൻ ഒരു 1 day എടുക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരു 1 day ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. മറ്റന്നാൾ മുതൽ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ 11-ാം തീയതി മുതൽ പഠിച്ചു തുടങ്ങുക ആണെങ്കിൽ നിങ്ങൾക്ക് 25-ാം തീയതിന്റെ ഉള്ളിൽ, ഈ മാസം തീരുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് പ്രൈമറി കംപ്ലീറ്റ് ആയിട്ട് പ്രൊഫഷണൽ ലെവലിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മളിപ്പോ നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ ഈ ഫീസ് സ്ട്രക്ചർ തന്നെ ആയിരിക്കുമോ? ഫീസ് സ്ട്രക്ചർ ഇത് തന്നെയായിരിക്കും. നവംബറിലല്ലേ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം പറ്റുമെങ്കിൽ ജോയിൻ ചെയ്തോളൂ, അതാണ് ബെറ്റർ. കുറച്ചാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് വരികയാണെങ്കിൽ 1-2 ദിവസം ഗ്യാപ്പ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നവംബർ ആകുമ്പോഴത്തേന് പഠിച്ചു തീർക്കാലോ. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഒരു 20 ഡേയ്സിന് ഷട്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പം അറിയാലോ, അപ്പൊ അതിന്റെ ഒരു ബിസി ഉണ്ട്. സോ അതാ ഞാൻ ചോദിച്ചത്, ഒരു ഇപ്പൊ ഹാഫ് അവർ നവംബറിലേക്ക് സ്പെൻഡ് ആണെങ്കിൽ. ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് തിയറി എങ്കിലും കേട്ട് പഠിക്കണം എന്ന് ഞാൻ പറയാം. തുടക്കത്തിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ടൈം ഇല്ലെങ്കിൽ ഫ്രീ ടൈമിൽ നിങ്ങൾ തിയറി പഠിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ ബസ് പോകുമ്പോഴോ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടാവില്ല, അപ്പൊ നിങ്ങൾ തിയറി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനത്തെ സമയമൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളെ സ്കില്ലും നോളജും കാര്യങ്ങളൊക്കെ കഴിയുന്നതും കുറച്ചും കൂടിയൊക്കെ ഡീപ്പർ ആയിട്ട് നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക. മറ്റേത് ഫാസ്റ്റ് ട്രാക്ക് ആണ് പറഞ്ഞത്, നിങ്ങൾക്ക് തിയറി ഒക്കെ പഠിക്കാലോ. ഓക്കെ. ജോയ് സാറ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്, സൗദിയിലാണ്. ഞാൻ ഷട്ട് ഡൗൺ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ ഞാൻ ബിഡിങ് ഷെഡ്യൂൾസ് കമ്പനിക്ക് വേണ്ടി വെക്കാറുണ്ട്. ആക്ച്വലി എനിക്ക് ക്രൂ ഡിസ്ട്രിബ്യൂഷൻ വരെയാണ്. നമുക്ക് ക്രൂ ഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെയ്തിട്ടില്ല, ബാക്കി പ്രൈമറിയില് ബിഡിങ് ഷെഡ്യൂൾസും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നിന്നോട്ടുള്ള ഒരു ക്ലാസ് ആണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ റിസോഴ്സസ് കർവാണോ? അതായത് റിസോഴ്സ് ഞാൻ ഇപ്പൊ മെയിൻ്റെനൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോ നമുക്കിപ്പോ 2-3 എക്സ്ചേഞ്ചർ വരാന്ന് വെച്ചാൽ, ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ചർ വരാന്ന് വെച്ചാൽ അത് ഷെഡ്യൂൾ ചെയ്തിട്ട് അതില് റിസോഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു മുഴുവൻ, അതായത് ഒരു ഫുൾ ആയിട്ടുള്ള
പ്രൊജക്ട് എടുക്കാൻ വെച്ചാൽ അങ്ങനെ ചെയ്തിട്ടില്ലേ. പക്ഷെ ബിഡിങ് ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. അപ്പോ ഏകദേശം ഒരു 30% ഓക്കെയാണ് കാര്യങ്ങൾ. അപ്പോ ഇപ്പൊ കുറച്ച് ഞാൻ നോളജ് ഇല്ലത് നല്ലതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും അഡീഷണൽ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. വാല്യൂ മാനേജ്മെന്റ് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ എൻ്റെ EPC പ്രൊജക്ടിന്റെ EPC പറയുമ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രൊജക്റ്റാണ്. നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസിന്റെ പ്രൊജക്ട് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. അതിൽ മൈൽ സ്റ്റോൺസ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് WBS ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ലെവല് 3, 4 ആ ലെവലാണോ ഉദ്ദേശിക്കുന്നത്? ലെവൽ 3, 4, 5 ലെവലിലൊക്കെ നമ്മൾ ഓക്കെ ഓക്കെ. ഞാൻ നോക്കാം. അതിന്റെ കൂടെ MS പ്രോജക്റ്റും പഠിച്ചെടുത്തോളും. നിങ്ങൾക്ക് കുറച്ച് അറിയുന്നതുകൊണ്ട് MS പ്രോജക്റ്റും അതിന്റെ കൂടെ തന്നെ പഠിക്കാമല്ലോ. ഓക്കെ. ഓക്കെ ഓക്കെ. കുറഞ്ഞൊരു വ്യത്യാസമല്ലേ വരുന്നുള്ളൂ. അതും കൂടി പഠിച്ചെടുത്ത് നിങ്ങൾ കരിയറിൽ ലൈഫ് ടൈം ആയിട്ട് പിന്നെ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. വൺ ടൈം പഠിച്ചാൽ പോരെ. ഓക്കെ ഓക്കെ. നിങ്ങൾ എൻ്റെ ഞാനിപ്പോ കരിയറിൽ വൺ ടൈമിലെ ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ കാര്യം കേട്ടോ. ഞാനും ഈ പ്രൈമറി MS പ്രോജക്റ്റും എൻ്റെ ലൈഫ് ടൈമിൽ ഒരു തവണ പഠിക്കേണ്ടി വരുന്നുള്ളൂ. കൂടുതൽ ആലോചിക്കേണ്ട കേസൊന്നുമില്ല. ഇതൊരു സ്കില്ലാണ്, പ്രൊജക്ട് മാനേജ്മെന്റ് സ്കില്ലാണ്. അങ്ങനെ ചിന്തിച്ച് പഠിച്ചാൽ മതി. കുറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാവരോടും കൂടി പറയുന്ന കേട്ടോ. ആ കാരണം നമ്മളെ ഈ ഫീൽഡിൽ നമ്മളൊക്കെ പ്രൊഫഷണൽസ് ആണ്, ഏതൊക്കെ ഫീൽഡിലാണെങ്കിലും. അപ്പൊ നമുക്ക് ഇത് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ലാണ്. പ്രൊഫഷണൽ ടൂളാണ്, പ്രൊജക്ട് മാനേജ്മെന്റ് ടൂളാണ്. അതപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ അത് ലൈഫ് ടൈമിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഏൺ ചെയ്യുന്നതും നമ്മളൊരു സ്കില്ലിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും നോക്കി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഞാനാണെങ്കിൽ പോലും അങ്ങനെയാണ് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ എടുക്കല്. ഞാൻ BTech, MTech, CSIP, NDT കോഴ്സുകൾ ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ ഓരോരോ സ്റ്റേജിൽ എടുത്തെടുത്ത് പ്രൈമറിന്റെ MS പ്രൊജക്ടിന്റെ കാര്യങ്ങൾ ട്രെയിനിങ് ഓരോരോ സമയം എടുത്തെടുത്താണ് ഓരോരോ കാര്യങ്ങൾ. ഇപ്പോഴും ഞാൻ ടെക്നിക്കലി നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള വർക്ക്ഷോപ്പും വെബിനാറൊക്കെ അറ്റൻഡ് ചെയ്യലുണ്ട്. അതുപോലെ പഠിക്കലുണ്ട്. ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റണ ഓൺലൈനായിട്ട് പഠിക്കും. അത് പഠിച്ചുകൊണ്ടേ ഇരിക്കണം, അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ആ ഒരു അപ്ഡേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാൻ മടിക്കരുത് എന്നുള്ളതും കൂടി ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണ്ടോ? എനിബഡി ഹാവ് എനി ഡൗട്ട്? ഇന്ന് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും നമ്മൾ ബുക്ക് ഉണ്ട്, പ്രൈമറിന്റെ കംപ്ലീറ്റ് ബുക്ക്. അത് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തരും കേട്ടോ. ഇന്ന് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും, പേയ്മെന്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും പ്രൈമറിന്റെ ഒരു കംപ്ലീറ്റ് ബുക്ക് ഉണ്ട്. പിന്നെ ഇന്ന് പറഞ്ഞ പ്രൈമറിന്റെ MS പ്രൊജക്ടിന്റെയും കോംബോ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ പ്രൈസ് അത് ചിലപ്പം നെക്സ്റ്റ് മന്തിലാവുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ടാവില്ല. ഇത് ഇന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു. അപ്പൊ അതിന് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ അറിയിക്കാം കേട്ടോ. ഇതിൽ ആരെങ്കിലും കോഴ്സ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇൻട്രസ്റ്റഡ് ആയവർ ആരെങ്കിലും ഉണ്ടോ? ചെയ്യുന്നുണ്ട്. അജാസ് ചെയ്യുന്നുണ്ട്. വേറെ സാറേ, ഇതിൽ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനുള്ളത്, ഞാനൊരു ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലുള്ള എഞ്ചിനീയറാണ്. എന്നാൽ വൈഫ് ആർക്കിടെക്റ്റാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് എടുക്കാൻ വരുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്ത് സെപ്പറേറ്റ് അസൈൻമെന്റ്സ് ആയിരിക്കില്ല അത്? അതെ, രണ്ടാൾക്കും രണ്ട് ഫീൽഡ് ആയതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയി ജോയിൻ ചെയ്യാണ് നല്ലത്. പ്രൊജക്ട് ഒക്കെ സെപ്പറേറ്റ് ഗൈഡ് ചെയ്യല്ലേ നല്ലത്. അതന്നെ. അല്ല, അസൈൻമെന്റ്സ് എല്ലാം സെപ്പറേറ്റ് ആയിരിക്കില്ല. ആൾക്ക് ആർക്കിടെക്ട് രണ്ട് രീതിയിലാണ് പോകേണ്ടത്. ഓക്കെ, അത് ചോദിച്ചത്. ഓക്കെ. ജോയിൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഓൾറെഡി ലിയ എന്ന് പറയുന്ന ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്രയും ഹെവി കോഴ്സാണ്. അപ്പം അത് കഴിഞ്ഞ് ഈ വരുന്ന ഏകദേശം ഒക്ടോബർ 28, 29 അത് കംപ്ലീറ്റ് ആവുള്ളൂ. എക്സാം ഒക്കെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ വൈഫ് ചിലപ്പോൾ ഇത്തിരി നേരത്തെ ജോയിൻ ചെയ്യും. വൈഫ് കുറച്ച് നേരത്തെ ജോയിൻ ചെയ്യും. ഞാൻ ആളായിട്ടൊന്ന് സംസാരിച്ചിട്ട് ആളെ ഷെഡ്യൂൾ അനുസരിച്ച് ജോയിൻ ചെയ്യും. ആർക്കിടെക്റ്റിന്റെ കൂടെയാണ്. ഓക്കെ. ഞാൻ IN റെസിഡൻസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. മൈസൂര്, ബാംഗ്ലൂർ ഒക്കെ വർക്കുകളുണ്ട്, പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്.
ഓക്കെ ഫൈൻ. അതാ ഞാൻ പറഞ്ഞത്, വേറെ ടൈപ്പ് പ്രൊജക്റ്റ് ആണ് വരിക. ഓക്കെ ഏതായാലും ഹലോ, നോക്കിയിട്ട് പറയും. ശരി. ഒരു ഡൗട്ടേ. ആ ആ പിന്നെ ഞാൻ ആക്ച്വലി ഇത് ഒരു എന്താ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ഉടനെ ഇതില് ഇങ്ങനെ പ്ലാനിങ്ങിൽ മാറാൻ ഉള്ള പ്ലാൻ ഒന്നും എനിക്കില്ല ആക്ച്വലി. ഇത് ഈ സ്കില്ല് പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ ലക്ഷ്യം. വെരി ഗുഡ്. അതാണ് വേണ്ടത്, ആ സ്പിരിറ്റ് ആണ് വേണ്ടത്. ആ അപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ ഞാനിപ്പോ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോ എല്ലാവരും നമ്മൾക്കത് ഓക്കെ മനസ്സിലായിയൊക്കെ പോയി. പിന്നീട് ഇപ്പൊ മേ ബി ഒരു 2 years കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അതിൽ ഇതാവും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈമവേറ അതുപോലെ മെസ് പ്രോജക്ട് നമുക്ക് പെട്ടെന്ന് പൊടി തട്ടി എടുക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും നമ്മൾ റെഫർ ചെയ്യേണ്ടി വരാം ടൈമിൽ. എല്ലാ ടൈമിൽ നമുക്ക് അങ്ങനെ പൊടി തട്ടി എടുക്കാൻ പറ്റിയ ഒരു ഇത് തന്നെയാണോ? അതെ അങ്ങനെ തന്നെയാണ്. ശരി ശരി. നിങ്ങൾക്ക് രജിസ്റ്റർ നമ്പർ ഉണ്ടാവും കേട്ടോ, അത് വെച്ചാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റും ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യും. ശരി ശരി. ഓക്കെ. ഷക്കീൽ, മുഹമ്മദ് ഷക്കീൽ. ഷക്കീൽ ഓക്കെ, ഇൻട്രസ്റ്റഡ്. ഓക്കെ. ആദർശ്. ഞാൻ